പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടെല്ലാവരോടും ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് മാത്രമേ പറയുവാനുള്ളൂ. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കറിയത്തില്ല എന്തെന്നില്ലാത്തൊരു സന്തോഷം. കാരണം ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. പ്രത്യാല്, റോഷിമോള്, ഏഞ്ചൽ, അക്സ. ഞാൻ അക്സയെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഏഞ്ചലിന്റെ സിസ്റ്റർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. സോ ഞാൻ ഒത്തിരി സന്തോഷമുണ്ട്. ബിക്കോസ് കർത്താവിനാൽ ഉപയോഗിക്കപ്പെടുന്ന എല്ലാ ദൈവദാസിമാരും ഇതിനകത്തുള്ളതിലും കാണുന്നതിലും സ്വന്തം. അപ്പം നിങ്ങളോടൊപ്പം ആയിരിക്കുമ്പോൾ മറിയയും എലിസബത്തും ഒരുമിച്ച് കണ്ടതുപോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തുടക്കം മുതൽ. ഹല്ലേലൂയ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. മറിയയും എലിസബത്തും തമ്മിൽ വന്ദനം ചെയ്തപ്പോൾ അവളുടെ ഗർഭഫലം തുള്ളി എന്ന് പറയുന്നത് പോലെ ഒരു ആത്മാവിന്റെ പ്രവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു പകൽക്കാലമായി ഇന്നത്തെ ദിവസം തീരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകം എന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയ റോഷിമോളോടുള്ള പ്രത്യേകം സ്നേഹവും വന്ദനം അറിയിക്കുന്നത് പോലെ ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ ഷീബ ആൻറ്റി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയോടുള്ള പ്രത്യേക വന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ നാഷണൽ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രിയ സിസ്റ്റർ പ്രമീത ആൻഡ് ഓൾസോ ചെയർമാൻ ആയിരിക്കുന്ന പാസ്റ്റർ റെവറൻഡ് ബിനോയ് എബ്രഹാം, എല്ലാവരോടും ഉള്ള പ്രത്യേക സ്നേഹവന്ദനത്തെ അറിയിക്കുന്നത് പോലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എനിക്കറിയാവുന്നവർ പലരും ജോയിൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഐ തിങ്ക് എവരി വൺ ഇസ് ദേർ. സോ എല്ലാവരോടുള്ള ക്രിസ്തീയ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. UK എൻ്റെ കൂടെ പഠിച്ചവരും ഞാൻ പഠിപ്പിച്ചവരും എൻ്റെ ജൂനിയേഴ്സും ഒത്തിരി പേര് UK ആൻഡ് അയർലൻഡിലുണ്ട്. സോ കുറെ പേര് എനിക്ക് ഇങ്ങോട്ട് ഫ്ലയർ അയച്ചു തന്നിട്ട് ചോദിച്ചു, ചേച്ചിയാണോ മെസ്സേജ് പറയുന്നത്? അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഹല്ലേലൂയ. എൻ്റെ ജൂനിയേഴ്സിനും എൻ്റെ കൂടെ പഠിച്ചവർക്കൊക്കെ ഹല്ലേലൂയ നഴ്സിംഗ് ട്യൂട്ടർ ആയിരുന്ന, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ നഴ്സായി വർക്ക് ചെയ്ത ഒരു അക്സയെ അറിയാം. എന്നാൽ ഇന്ന് ഞാൻ നിൽക്കുന്ന ഇതൊന്നുമല്ല. എൻ്റെ ഐഡന്റിറ്റി ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ എളിയ ദാസി. ഞാൻ എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടം അത് കേൾക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്ന, കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസി. ആ ഐഡന്റിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതാണ് ഏറ്റവും നല്ലതും. ഹല്ലേലൂയ. ആകയാൽ ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ദൂതിലേക്ക് ഞാൻ കടക്കാൻ പോവുകയാണ്. അതിനാധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നെ ഇന്ന് ഒരാൾ കുറച്ച് വചനങ്ങൾ വായിക്കാനുള്ളതുകൊണ്ട് ആരെങ്കിലും എന്നെ ഒന്ന് വായിച്ച് സഹായിച്ചാൽ ഏറ്റവും നല്ലതാണ്. അല്പം വചനങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും എനിക്കൊന്ന് വായിച്ചു തരണം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 36-ാമത്തെ വാക്യം ലഭിച്ചവരാരെങ്കിലും ഒന്ന് വായിക്കാം. പിന്നെ അവൻ അവരോട്, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അത് എടുക്കട്ടെ. അവണ്ണം തന്നെ ലൂക്കോസ് 21:36. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വെളുപ്പിനെ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ദൂത് തരണം, വ്യക്തമായ ഒരു വചനം എനിക്ക് നൽകി തരണം. അപ്പൊ കർത്താവ് എനിക്ക് നൽകി തന്ന വചനമാണ് ഞാൻ ഈ പറയുന്നത്. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പി. അതിന് ഞാൻ ആ വചനം വായിച്ച് പ്രാർത്ഥിക്കും. നമുക്കറിയാവുന്ന വചനമായതുകൊണ്ട് തന്നെ ഞാൻ അല്പസമയം അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എന്നെ ഏൽപ്പിച്ചൊരു ദൂതുണ്ട്. എന്നാൽ ആ ദൂതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇംഗ്ലീഷ് വേർഷനിൽ NIRV ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് കുറച്ചും കൂടെ അതൊരു ഇൻഡെപ്ത് ആയിട്ട് എനിക്ക് കുറച്ചും കൂടെ ഒരു ആത്മാവിൽ ഒരു സന്തോഷം ഫീൽ ചെയ്തു. ഞാൻ അതൊന്ന് വായിക്കാം. Always keep watching. Pray that you will be able to escape all that is about to happen. Also pray that you will not be judged guilty when the Son of Man comes. ഹല്ലേലൂയ. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ നമ്മളതങ്ങ് വായിച്ചു, സംഭവിപ്പാളെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിന് മനുഷ്യപുത്രനും കൃപ ലഭിക്കണം, ഉണർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ അതിനെ നിസ്സാര. പക്ഷെ ഈ വാക്യത്തിനകത്ത് വലിയൊരു വാണിംഗ്, വലിയൊരു തെരഞ്ഞെടുപ്പ്, ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്ന വലിയൊരു ആത്മീക ആഹ്വാനമുണ്ട്. ഇന്ന് ഈ സമയം അതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഞാൻ എന്നോടും കൂടെയാണ് സംസാരിക്കുന്നത് ഈ വചനം. ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഈ വചനം കൈമാറുമ്പോൾ നിങ്ങളോടും എന്നോടും ഇത് കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും പരിശുദ്ധാത്മാവ് ഇത് വ്യക്തമായിട്ട് സംസാരിക്കും. ആകയാൽ ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല സ്വർഗീയ പിതാവേ, ഈ വചനവുമായി ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ അടുത്തു വരുന്നപ്പാ, അങ്ങ് തന്ന ഈ വചനം കർത്താവേ, അടിയൻ ഇത് പ്രസ്താവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നാവായി അടിയനെ ഉപയോഗിക്കണം. അടിയൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമ്പൂർണമായി ഏൽപ്പിച്ചു തരുന്നു. ജനം അങ്ങയുടേത്, വചനം അങ്ങയുടേത്, പ്രസ്താവിക്കുന്ന അടിയനും അങ്ങയുടേത്. ആകയാൽ അങ്ങ് സംസാരിച്ചാട്ടെ. ഹൃദയങ്ങളിൽ രൂപാന്തരം ഈ വചനം വരുത്തണം കർത്താവേ. ഇത് അവരുടെ അവസ്ഥകൾ അറിഞ്ഞ്
ആയിരിക്കുന്ന മേഖലകൾ അറിഞ്ഞ് പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തോട് സംസാരിച്ചാട്ടെ, ഇടപെട്ടാട്ടെ. സകല മാനവും മഹത്വം അങ്ങയ്ക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം. 2 ഭാഗങ്ങളായിട്ട് ഞാൻ ഇതിനെ തിരിക്കുക. 1, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം. 2, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കണം. ഈ 2 ദൗത്യമാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അതിലെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് ഞാൻ കടക്കുക. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുക. സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം. എന്താണ് സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ? 1, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ഓർക്കും, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴും ഈ വചനത്തെ ചിന്തിച്ചിരുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മുടെ ഭർത്താവിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സഭയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ മാറാൻ പ്രാർത്ഥിക്കണം. അത് 1 ചെയ്യേണ്ടത് തന്നെയാണ്. നമ്മൾ അധികം പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും ചിലതൊക്കെ സംഭവിക്കാൻ പോവാന്ന്. അത് മനസ്സിലായി. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നോട് സംസാരിച്ചത്, നമ്മൾ പലപ്പോഴും ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ ലൈഫിലാണ്. എന്റെ ജോലിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്റെ കുടുംബത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, എന്റെ തലമുറയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ കർത്താവ് ഇത് പറയുന്നതിന്, ഈ വചനം പറയുമ്പോൾ, ഈ വചനം തന്റെ ശിഷ്യന്മാരോട് കൈമാറുമ്പോൾ അതിന് തൊട്ടു മുമ്പുള്ള 2 വചനത്തിൽ എന്തുകൊണ്ട് കർത്താവ് ഇത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. 34-ാമത്തെ വാക്യം, 35-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? അതിന്റെ 34, 35. നിങ്ങളുടെ ഹൃദയം അതിഭാഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. അത് മതി. ഇവിടെ പറയുന്ന ഒരു കാര്യം, ഞാൻ ബാക്കിയൊന്നും അതിഭക്ഷണമോ മദ്യപാനം ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നാൽ അടുത്തൊരു ഭാഗം എടുക്കും. ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിട്ട് ആ ദിവസം കെണി പോലെ വരരുത്. റീസൺ എന്താണെന്നറിയാമോ? നമ്മളിൽ ഇവിടെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന പലരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ദൈവം നാളത്തെ കാര്യം എങ്ങനെയാ, അയ്യോ മോടെ കാര്യം എങ്ങനെയാ, മക്കളുടെ കാര്യം എന്തുവാ. ഇതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്നത്. എന്നാൽ ദൈവമക്കളെ, നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ മണവാട്ടി സഭയെന്ന. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ആദ്യം ഒന്ന് ഷെയർ ചെയ്യാം. ദൈവാത്മാവിന്റെ കൃപയാൽ കർത്താവ് എന്നെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിച്ച് ഞാൻ ദൈവത്തിന്റെ കൃപയാൽ മിനിസ്ട്രി തുടങ്ങിയപ്പോൾ ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ തന്റെ വചനത്തിൽ നിന്ന് പഠിപ്പിച്ചപ്പോൾ എന്നെ കേൾപ്പിച്ചൊരു വാക്കുണ്ട്. ഞാൻ ഇങ്ങനെ പല പെന്തുക്കോസ് കുഞ്ഞുങ്ങളോടും ചോദിക്കും. പേഴ്സണലി വചനം പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ ഞാൻ ചോദിക്കും. പെന്തുക്കോസാരെന്നല്ല, ആരെ കണ്ടാലും വചനം പറയുമ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കും. യേശു ക്രിസ്തു ഇനി 2ാമതൊരു വരവുണ്ട്. ഈ വരവിൽ കർത്താവ് വരുന്ന കർത്താവിന്റെ ടൈറ്റിൽ എന്താ? സോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഒരു ടൈറ്റിൽ ഉണ്ട്. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പൊ ഏഞ്ചൽ എൽസ എടുത്താൽ, ഷീസ് എ ഡോക്ടർ ബൈ പ്രൊഫഷൻ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പുള്ളിക്കാരുടെ ടൈറ്റിൽ മാറും, ഡോക്ടർ ഏഞ്ചൽ എൽസ എന്ന് വരും. When she come to preach the word of God, her title changes. She's a preacher. പക്ഷെ വീട്ടിൽ ചെല്ലുമ്പോൾ ഷീസ് എ വൈഫ്, ടൈറ്റിൽ മാറുക അല്ലേ? പപ്പാടെയും മമ്മിയുടെയും കൂടെ ഒക്കെ ഇരിക്കുമ്പോൾ ഹർ ടൈറ്റിൽ ചേഞ്ചസ്, ഷീസ് എ ഡോട്ടർ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കർത്താവ് 2ാമത് മടങ്ങി വരുമ്പോൾ കർത്താവിന്റെ ടൈറ്റിൽ എന്താ? നിങ്ങൾ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞു, എന്തുവാ ടൈറ്റിൽ കർത്താവിന്റെ? ഈ ക്വസ്റ്റ്യൻ ഞാൻ പലരോടും ചോദിക്കും. ഇപ്പൊ പലരും പറയും, എൻ്റെ അപ്പനായിട്ടാ വരുന്നത്. പെന്തുക്കുസാരുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ അപ്പനായിട്ടാ വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചി പറഞ്ഞു സേവിയർ ആയിട്ടാ വരുന്നത്. ഞാൻ പറഞ്ഞു അത് ഓൾറെഡി കഴിഞ്ഞു, ആ ടൈറ്റിലിന്റെ റോള് കഴിഞ്ഞു. കർത്താവിന്റെ സേവിയർ ആയിട്ട് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നിട്ട് കർത്താവ് പോയി. ഹി ഈസ് നോട്ട് കമ്മിങ് ബാക്ക് ആസ് എ സേവിയർ, soon coming judge. പക്ഷെ ഇപ്പൊ വരുമ്പോ രഹസ്യവരവിൽ ആരായിട്ടാ വരുന്നത്? ടൈറ്റിൽ എന്താ? King. ഓക്കെ, പിന്നെ Bridegroom. വെരി ഗുഡ്. ഹീസ് കമ്മിങ് ആസ് എ ബ്രൈഡ്ഗ്രൂം. Bridegroom. വെരി ഗുഡ് ആൻസർ, ബ്രൈഡ്ഗ്രൂം. ജഡ്ജായിട്ട് വരും. പിന്നീട് 7 വർഷം കഴിഞ്ഞ് നമ്മളൊക്കെ ആയിട്ടാ ജഡ്ജായിട്ട് വരുന്നത് പിന്നെ ഒരു വരവിൽ. എന്നാൽ ഇപ്പോൾ രഹസ്യ വരവിൽ ഹീസ് കമ്മിങ് ആസ് എ ബ്രൈഡ് ഗ്രൂം ടു ടേക്ക് ഹിസ് ബ്രൈഡ്. ഇതിനെ ആരും സീരിയസ് ആയിട്ട് കാണുന്നില്ല. നമ്മൾ ഇതിനെ കുട്ടിക്കളിയായിട്ടിരിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഞാൻ അതിന്റെ സീരിയസ്നെസ് എന്നെ പഠിപ്പിച്ച് എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായപ്പോഴാണ്. അതായത് ഞാൻ ചിലപ്പോൾ എൻ്റെ മക്കളോട് പറയും, ഇപ്പൊ എക്സാമ്പിൾ, എൻ്റെ കുഞ്ഞിന് മൂത്ത മോക്ക് 5 വയസ്സും മോന് 3 വയസ്സാണ്. എന്നാലും ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ പറയും, പിള്ളേരോട് പറയും, മക്കളെ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ അമ്മ തിരിച്ചു വരുമ്പോഴത്തേന് ടോയ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ. ടോയ്സ് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഐ ടേക്ക് യു ഔട്ട് സൈഡ്, നമുക്ക് പാർക്കിൽ എന്ന് പറയും. സോ അതൊരു അവർക്കൊരു മോട്ടിവേഷൻ, അതേ ഗെറ്റ് എൻകറേജ് റൈറ്റ് ടു ക്ലീൻ അപ്പ് ചെയ്യാൻ ഒരു എൻകറേജ്മെന്റ് ആണ്. മോള് ചെയ്യും, ചിലപ്പോൾ മോൻ ചെയ്യത്തില്ല. എന്റെ ക്വസ്റ്റ്യൻ ഇതാ, ഞാൻ ഒരു അമ്മയാ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഒരു അപ്പനാ,
ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ ഈ വർക്ക് ചെയ്തോ എന്ന് നോക്കും. കുഞ്ഞുങ്ങൾ ചെയ്തു എന്ന് കണ്ടാൽ എന്ത് ചെയ്യും? ഹസ്ബൻഡിനെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഹസ്ബൻഡും ഞാനും എന്ത് ചെയ്യുന്നറിയാവോ? കൊണ്ടുപോകും നമ്മള്, അല്ലേ? മറിയാമ്മച്ചി അവിടുത്തെ ഒന്ന് മ്യൂട്ട് ചെയ്തേ. മറിയാമ്മച്ചി ഏതോ ഫോൺ Can you ask the host to mute, please? റോഷി ഞാനല്ല ഹോസ്റ്റ്. ജിജി ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ശിവ ചേച്ചി, യു ക്യാൻ. സോറി എക്സാ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. എന്തായാലും പ്രാർത്ഥനയല്ലേ, കുഴപ്പമില്ല. വേറെ ബോധറിംഗ് ഒന്നും അല്ലല്ലോ, പ്രാർത്ഥനയല്ലേ. ദാറ്റ്സ് ഗുഡ്, അല്ലേ? അപ്പം കർത്താവിന്റെ സ്നേഹം എത്രയോ ആഴമുള്ള നല്ലൊരു പാട്ട് നമ്മൾ കേൾക്കാൻ പറ്റിയില്ലേ? അതിനെ ദൈവത്തെ സ്തുതിക്കും. എവറിത്തിങ് ഇസ് ഗുഡ്, നമ്മളെ റിമൈൻഡ് ചെയ്തു കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച്. സോ വി ആർ റിമൈൻഡഡ് അബൌട്ട് ഹിസ് ലവ്. സോ ആ ബ്രൈഡ് ഗ്രൂം നമ്മളോട് സ്നേഹത്തിലാണ് വരുന്നത്. അപ്പൊ അമ്മച്ചി ആ പാട്ടൊന്ന് പാടി നമ്മളെ റിമൈൻഡ് ചെയ്തത്. സോ ടേക്ക് ഇറ്റ് ഇൻ എ പോസിറ്റീവ് വേ. ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഓക്കെ, സോ ഞാൻ പറഞ്ഞാലേ ഹീസ് കമ്മിങ് ആസ് എ ബ്രൈഡ് ഗ്രൂം ടു ടേക്ക് ഹിസ് ബ്രൈഡ്. അപ്പൊ ഞാൻ എപ്പോഴും അതിന്റെ എക്സാമ്പിളിലേക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരപ്പനും അമ്മയാ. ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ വരുമ്പോ ഇതെല്ലാം ക്ലീൻ ചെയ്തിടണം, ആ ടേക്ക് ഇറ്റ് ടു ദ പാർട്ട്. മോള് ചെയ്തു, മോൻ ചെയ്തില്ല. ഓക്കെ, മോള് കൃത്യമായിട്ട് ചെയ്തു. എന്റെ ക്വസ്റ്റ്യൻ ഇതാ, ഒരപ്പനും അമ്മയുടെ ഫീലിംഗിൽ ആ കർത്താവ് വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വരുന്നതെങ്കിൽ, ഞാൻ മോനെ ഒറ്റയ്ക്ക് വീട്ടിലിട്ടിട്ട് മോളെയും കൊണ്ട് പോവോ? ഇല്ല, അല്ലേ? ഓട്ടോമാറ്റിക്കലി എന്റെ മോനെയും കൊണ്ട് പോകും. ബിക്കോസ് ആ സ്നേഹം, അയ്യോ മമ്മ സോറി മമ്മ, അപ്പൊ ഐ വിൽ ബി ഫീലിംഗ് സോ സങ്കടം തോന്നി എടുത്തോണ്ട് പോകും. എന്റെ ക്വസ്റ്റ്യൻ ഇതാ, മണവാളൻ തന്റെ മണവാട്ടി എടുക്കാൻ വരുമ്പോ മണവാട്ടി തോന്നിയ പോലെ നടന്നാൽ, മണവാളൻ പറഞ്ഞത് അനുസരിക്കാതെ നടന്ന ഒരു മണവാട്ടിയെ കൊണ്ടുപോകും? നിങ്ങളൊക്കെ മിക്കവരും വിവാഹം കഴിച്ചവരാ. എന്റെ ക്വസ്റ്റ്യൻ ഇതാ, വിവാഹം കഴിക്കാനിരിക്കുന്ന ഒരു മണവാളന് തന്റെ മണവാട്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് സംസാരിക്കുന്നവരാണെങ്കിൽ അറിയാം. അവർ പറയും, ഇന്ന ഡ്രസ്സ് ഇടുന്ന എനിക്ക് ഇഷ്ടമല്ല, ഇന്നതുപോലെ സംസാരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ലൈക്ക് ദാറ്റ് ഡ്യൂറിങ് ദ ടൈം വെൻ യു ആർ ടോക്കിംഗ്, എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ സംസാരിക്കുമ്പോൾ പറയും, എനിക്കത് ഇഷ്ടമല്ല, എനിക്കിത് ഇഷ്ടമല്ല, അല്ലേ? നമ്മൾ പറയും അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നൊക്കെ പറയും, അല്ലേ? അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആ, അച്ഛൻ അത് ഇഷ്ടമല്ല, ഇത് ഇഷ്ടമല്ല. അപ്പൊ ചിലർ ചേഞ്ച് ചെയ്യും, ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ മാറുമ്പോൾ അമ്മമാർ ചോദിക്കും എന്ത് പറ്റി ഇപ്പോൾ ഒരു മാറ്റം? അപ്പൊ പറയും, ഓ എന്റെ അച്ഛൻ ഇത് ഇഷ്ടമല്ല, ഓ എന്റെ അച്ഛൻ ഈ കറി ഇഷ്ടം. യു ആർ ട്രൈങ് ടു become the bride that should be like to please your bridegroom. മണവാളൻ ഇഷ്ടപ്പെട്ട ഒരു മണവാട്ടിയാണുള്ള ഒരു തയ്യാറെടുപ്പ് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന ഒരു മണവാട്ടിക്ക്. ഞാൻ ചോദിക്കുന്നത്, മണവാളനായ കർത്താവ് നമ്മളോട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യപ്രകാരമാണോ ഈ മണവാട്ടി സഭയായി നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത്? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. എന്റെ ചോദ്യം ഇതാ, മണവാളന് പറ്റിയ മണവാട്ടി അല്ലെങ്കിൽ മണവാളൻ കൊണ്ടുപോകും? പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിലാണ് കർത്താവ് വരുന്നെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവർക്കും ചാൻസ് ഉണ്ട്, ഇല്ലേ? എല്ലാവർക്കും ചാൻസ് ഉണ്ട്. ബട്ട് മണവാളന് ചാൻസ് ഇല്ല. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ഈ എൻഗേജ്മെന്റിന്, ഈ പള്ളിയിലൊക്കെ എൻഗേജ്മെന്റ് നടക്കുമ്പോൾ ചോദിക്കും, എൻഗേജ്മെന്റിനും ചോദിക്കും, നിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? അപ്പൊ അവർ പറയും സമ്മതമാണ്. വീണ്ടും ഈ ചോദ്യം കല്യാണത്തിനും ചോദിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവ് എന്തിന് ഈ അച്ഛ ഇന്നലെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ ഞങ്ങൾക്ക് സമ്മതമാണ്, പിന്നെ എന്തിനാ ഇപ്പോഴും സമ്മതമാണോ എന്ന് ചോദിക്കുന്നത്? കാരണം അതിനിപ്പുറം എന്തെങ്കിലും ചെറുക്കന് വേണമെങ്കിൽ ആ സമയത്തും പറയാം എനിക്ക് ഈ പെണ്ണിനെ വേണ്ടെന്ന്. മനസ്സിലായോ? അതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? വിവാഹത്തിന് തൊട്ടു മുമ്പും ആ കരാറിൽ നിന്ന് പിന്മാറാൻ ഒരു മണവാളനും മണവാട്ടിക്കും അധികാരമുണ്ട്, കല്യാണത്തിന് തൊട്ടു മുമ്പ്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ കർത്താവുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ട ഒരു മണവാട്ടി സഭയാ. കർത്താവാകത്ത മണവാളൻ മേഘത്തിൽ വരുമ്പോൾ മണവാളന്റെ ഇഷ്ടങ്ങളും ഇച്ഛകളും മനസ്സിലാക്കി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കാത്ത ഒരു മണവാട്ടിയെ കർത്താവ് കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞത്, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് കൃപ വേണം. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ അത് വായിച്ചല്ലോ, യു വിൽ നോട്ട് ബി ജഡ്ജ്ഡ് ഗിൽറ്റി. ആർക്കാ ഗിൽറ്റി ഫീലിംഗ് വരുന്നത്?
വേറൊരു വചനത്തിൽ പറയുന്നുണ്ട്, നമ്മൾ അധികാരം അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ കൃപാസനത്തിനടുക്കൽ അടുത്ത് വരിക എന്നൊരു വചനമുണ്ട്. അപ്പൊ ആ ധൈര്യത്തോടുകൂടെ വരണമെങ്കിൽ ഞാൻ അതിന് പറഞ്ഞൊരു എക്സാമ്പിൾ, നമ്മുടെ പേരൻസ് ഒക്കെ ചിലപ്പോൾ നമ്മളോട് പറയും, ഞാൻ പോയിട്ട് വരുമ്പോഴത്തേന് വീടെല്ലാം അടുക്കി വൃത്തിയാക്കിയിടണം. പക്ഷെ പേരൻസ് വരുമ്പോൾ നമ്മൾ ആ ജോലി ചെയ്തില്ലെങ്കിൽ നമ്മൾ ചാടിക്കൊരു പപ്പാടെ മുമ്പിൽ ഫ്രണ്ടിൽ പോയി നിൽക്കുവോ? ഡോറിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുവോ? ഇല്ല, ഇല്ലേ? നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. കയറി വരുമ്പോൾ വഴക്ക് കേൾക്കുമെന്നറിയാം. എന്നാൽ നമ്മൾ പറഞ്ഞത്, അപ്പനും അമ്മയും പറഞ്ഞതൊക്കെ അനുസരിച്ച് ഒരു കൊച്ചാണെങ്കിലോ, പപ്പാടെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഓടിച്ചെന്ന് ഡോറൊക്കെ തുറന്നു, പപ്പ ഞാൻ പറഞ്ഞൊക്കെ ചെയ്തു കേട്ടോ, ഒരു സന്തോഷത്തോടെ നിൽക്കും. ചെയ്യാത്തവർക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. ഈ ഗിൽറ്റി ഫീലിങ്ങിനെ കുറിച്ച് എവിടെ പറയുന്നത്? അതായത് കർത്താവായ മണവാളൻ ആകാശത്തിൽ വരുമ്പോൾ ഗിൽറ്റി ആയിട്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരരുത് കേട്ടോ. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന ദൂത് ഇതാണ്: സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ കൃപ ലഭിക്കേണ്ടതിന് നിങ്ങൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഉണർന്നു പ്രാർത്ഥിക്കേണ്ട ചില സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കും. ഒന്ന്, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം. അപ്പൊ എന്തൊക്കെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്ന് ബൈബിൾ പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഉപജീവന ചിന്തകളാൽ അന്ത്യകാലത്ത് ജനം വലയും. ഈ 21 അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിക്കുമ്പോൾ അറിയാം, ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അധ്യായം 21. തന്റെ ശിഷ്യന്മാരോട് പറയും, യുദ്ധങ്ങൾ വരും, ക്ഷാമങ്ങൾ വരും, ഇതൊക്കെ വരും. ഇതെല്ലാം സംഭവിക്കാനുള്ളതെല്ലാം പറഞ്ഞു വന്നിട്ട് കർത്താവ് പറയുക, ഈ സംഭവിക്കാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതാണ്, അല്ലെ? ആകയാൽ ഈ സംഭവിക്കും. അപ്പൊ എന്തുവാ ഈ അധ്യായത്തിൽ പറഞ്ഞതെല്ലാം എന്ത് ചെയ്യും? സംഭവിച്ചിരിക്കും. അപ്പം നിങ്ങളുടെ ഹൃദയം എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഓർക്കും, ഈ അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഇത് പുറത്തുള്ളവരോടാണോ പറയുന്നത്? ആണോ? ഞാൻ പക്ഷെ ആദ്യം ഒരു വാക്യം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഉപജീവന മാർഗം മാത്രം എടുക്കുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ ഇത് കർത്താവ് ആരോടാ പറഞ്ഞേ? തന്റെ ശിഷ്യന്മാരോടാ പറയുന്നേ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം എങ്ങനെ വരും? പെട്ടെന്ന് വരും. ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഈ പറയുന്ന എല്ലാം ഉണ്ട്. ഈ പറയുന്ന എല്ലാം ഉള്ളവരുണ്ട്. കാരണം ഞാൻ ഈ ദിവസങ്ങൾ എനിക്ക് പ്രയർ റിക്വസ്റ്റുകൾ വരുമ്പോൾ മിക്ക പെന്തക്കോസ്തുകാരുടെ ഇടയിൽ നിന്നും എനിക്ക് കിട്ടുന്ന പ്രാർത്ഥനയുടെ ഒരു പ്രാർത്ഥനാ വിഷയമാണ്, സിസ്റ്ററെ അല്ലെങ്കിൽ മോളെ, തലമുറ അല്ലെങ്കിൽ ഹസ്ബൻഡ് മദ്യപിക്കുന്നു. പെന്തക്കോസ്തുകാരെന്ന് പേരേ ഉള്ളൂ, മദ്യപിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ, ഉണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. അതിഭക്ഷണം, എപ്പോഴും ഭക്ഷണം കഴിക്കാൻ, അല്ലെ? എന്തൊരു പ്രോഗ്രാം വെച്ചാൽ ആദ്യം ചോദിക്കുന്നത് എന്തോ ഇന്നത്തെ ഭക്ഷണം എന്നാ. ഫസ്റ്റ് ചോദ്യം ഇതാ, ഭക്ഷണം. മനസ്സിലാവുന്നുണ്ടോ? മീറ്റിങ്ങുകൾ പോലും ഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെക്കും. എന്തുവാ? കോട്ടേജ് മീറ്റിംഗ്, ഭക്ഷണം ഉണ്ടെങ്കിൽ പോകാനൊരു ടെൻഡൻസി. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, അല്ലെ? ഇപ്പൊ ഭക്ഷണത്തിന്റെ ചിന്ത, ഉപജീവനത്തെ കുറിച്ചുള്ള ചിന്ത, ഇതെല്ലാം വന്നിട്ട് ആ ദിവസം പെട്ടെന്ന് വരുമെന്ന് ഇത് വറി ചെയ്തുകൊണ്ടിരിക്കും. അയ്യോ നാളത്തെ കാര്യം എങ്ങനെയാ, അയ്യോ എന്റെ ഭാവി എങ്ങനെയാ. നമ്മള് മണവാട്ടിയാന്നുള്ള പദം മറന്നു. ഈ ഭൂമിയിൽ നിങ്ങൾ ഒരു ഭാര്യ, ഒരു മകളാ, ഒരു സഹോദരിയാ, ജോലിയിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട്. ഇതാണ് നിങ്ങളെ ഓവർടേക്ക് ചെയ്തേക്കുന്നത്. പകരം കർത്താവിന്റെ ആരാന്നുള്ള ചിന്ത മറന്നുപോയി. ദൈവസഭകളിൽ നിന്ന് ഇത് മാറിപ്പോയി. ഇന്ന് ഏറ്റവും കൂടുതൽ ചിന്ത ഉപജീവന ചിന്തയാണ്. പിന്നെ സംഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് വായിക്കാം, 2 പത്രോസ് 2:20. അടുത്തൊരു കാര്യം ഇന്ന് നമ്മൾ കേറുന്നത്, സംഭവിക്കുന്നത്, സഭയിൽ സംഭവിക്കുന്നത്, ജനത്തിൽ സംഭവിക്കുന്നത്. 2 പത്രോസ് 2:20. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തിനേക്കാൾ അധികം വഷളായി പോയി. തങ്ങൾ കേൾപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നത് അവർക്ക് നന്നായിരുന്നു. മതി. അവിടെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ലോകത്തിന്റെ മാലിന്യം. ഇത് സംഭവിക്കാനുള്ള കാര്യമാണ്. 21 അധ്യായത്തിൽ പറഞ്ഞത് കൂടാതെ ഇനി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ലോകത്തിന്റെ മാലിന്യത്തിൽ പെട്ടുപോകുന്ന ഒരു ജനറേഷൻ. ദൈവമക്കളെ, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ജനറേഷൻ ഇന്നല്ലേ. ഇവിടെ പറയുന്നു, കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടി, രക്ഷിക്കപ്പെട്ടു, പലതും വിട്ടോടി, ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയതാ നമ്മൾ. ഇതൊന്നും വേണ്ടാന്ന് വെച്ചതാ. എന്നാൽ ഇന്ന് ആ മാലിന്യം എല്ലാം വീടിനകത്തുണ്ട്.
നമ്മളിലുണ്ട്. കളഞ്ഞത് പലതും തിരിച്ചെടുത്തേക്കുക. നമ്മുടെ പിതാക്കന്മാർ കളഞ്ഞു, മാതാക്കൾ കളഞ്ഞു. എന്നാൽ ഇന്ന് തലമുറകളിൽ അപ്പനും അമ്മയും കളഞ്ഞത് പലതും വീടിനകത്തിരിക്കുക. അപ്പനും അമ്മയും വേണ്ടെന്ന് വെച്ചത് പലതും വീടിനകത്തിരിക്കുക. അപ്പനും അമ്മയും വേണ്ടെന്ന് വെച്ച പലതും വിട്ടോടി അവർ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ ഇന്ന് ഈ ജനറേഷൻ പലതും അപ്പനും അമ്മയും കളഞ്ഞത് സ്വഭാവത്തിലും ജീവിതത്തിലും സഭയ്ക്കകത്തും കയറ്റി വെച്ചേക്കുക. സംഭവിക്കുന്ന കാര്യമല്ലേ? എന്നാൽ ഇത് സംഭവിക്കാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മളിൽ എത്ര പേർ ഇത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നുണ്ട്? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? ജോലി പോകരുതേ, കർത്താവ് എന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കണേ, അസുഖമൊന്നും വരല്ലേ, അല്ലേ? ഇതൊക്കെയാ നമ്മുടെ പ്രാർത്ഥന. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുകയാ, പലതും സംഭവിക്കും. നിങ്ങൾ ഈ കാണുന്നതൊന്നും അല്ല, ഉപജീവന ചിന്തയല്ല, എന്ത് കഴിക്കും എന്ത് ഉടുക്കുമെന്നുള്ളതല്ല. ലോകത്തിന്റെ മാലിന്യം സഭയ്ക്കുള്ളിലും കുടുംബങ്ങളിലും വ്യക്തികളിലും കയറിയേക്കുക. ഇവിടെ പറയും 22-ാം വാക്യത്തിൽ, എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിയുന്ന നായെന്ന്. ഒന്നോർത്തെ, ചെളിയിൽ നിന്ന് കുളിച്ചിട്ട് വന്ന് പിന്നെയും പോകുന്ന പന്നിയെ പോലെയും. ഇതാരെ കുറിച്ചാ ദൈവമക്കളെ പറയുന്നേ? നമുക്കിഷ്ടം, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പോക്കോ, പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം മാറും. ഞാനിപ്പോഴും പറഞ്ഞിരിക്കാം, കർത്താവ് അവസ്ഥയിലല്ല പ്രവർത്തിക്കുന്ന, വ്യവസ്ഥയിലാണ്. വ്യവസ്ഥ കൂടാതെ ആരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. അവസ്ഥയിലല്ല പ്രവർത്തിക്കുന്ന പലരുടെയും പ്രാർത്ഥന, കർത്താവെ അങ്ങയ്ക്ക് എന്റെ അവസ്ഥ അറിയാമല്ലോ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. എന്നാൽ കർത്താവ് ഇന്ന് രാവിലെ ശ്രമിച്ച് ചിലരോട് പറയുക, അവസ്ഥയിലല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, വ്യവസ്ഥയിലാ. ഞാൻ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഒരു മണവാട്ടിയെ കൊണ്ടുവരാൻ വരികയാ. ദൈവമക്കളെ, ഞാൻ എന്തുകൊണ്ട് ഇന്ന് ഇത് വീണ്ടും വീണ്ടും നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പരിശുദ്ധാത്മ വീണ്ടും വീണ്ടും എന്നോട് പേഴ്സണലി സംസാരിക്കുന്നു. അല്ലെങ്കിൽ എന്റെ വരവ് അടുത്തിരിക്കുകയാ, എന്റെ വരവ് അടുത്തിരിക്കുന്നു. തന്റെ സഭയെ ചേർക്കുവാൻ കർത്താവ് വരാറായി. ഹല്ലേലൂയ. ഇന്ന് ഇങ്ങനത്തെ വചനം കേൾക്കാനില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങളുടെ മെയിൻ ഐഡന്റിറ്റി ദ ചൈൽഡ് ഓഫ് ഗാഡ്. അത് കഴിഞ്ഞുള്ള ഭാര്യ എന്ന ടൈറ്റില്, അത് കഴിഞ്ഞേ ഉള്ളു ലോകത്തിന്റെ ഏത് ടൈറ്റിലും. എന്നാൽ ആ ദൈവത്തിന്റെ മകളായി മകനായി ഹല്ലേലൂയ നമ്മൾ ജനിച്ചു. കർത്താവിന്റെ മണവാട്ടിയായി നമ്മൾ എൻഗേജ്മെന്റ് ആയി. ഹല്ലേലൂയ. കർത്താവ് വരാറായി. മണവാട്ടിയെ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? അതോ മാലിന്യത്തിനകത്ത് കിടക്കുവാണോ? ഞാൻ മാലിന്യം എന്ന് പറഞ്ഞു വിടുമ്പോ നിങ്ങൾ കേട്ടുവിടും. നിങ്ങൾക്കൊക്കെ അറിയാം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്ത് പല വേസ്റ്റ് കാണും. ഇറച്ചിയുടെ വേസ്റ്റ്, മീനിന്റെ വേസ്റ്റ്, അല്ലെങ്കിൽ പച്ചക്കറിയുടെ വേസ്റ്റ്, ഇതെല്ലാം ഒരു ഗാർബേജ് ബാഗിനകത്തിട്ട് കെട്ടിവെച്ചേക്കുക. നമ്മൾ കൊണ്ട കളഞ്ഞു. പിറ്റേ ദിവസം ആരെങ്കിലും പോയി ആ ഗാർബേജ് എടുത്തുകൊണ്ട് തിരിച്ച് ബെഡ്റൂമിൽ കൊണ്ടു വെക്കുവോ? നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഗാർബേജ് ഇട്ട് പോവോ? കളഞ്ഞതല്ലേ? എന്നാൽ ഇന്ന് ദൈവസഭയോട് ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട ദിവസം ഒന്ന് ഓർത്തെ, എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് ഓർത്തെ. അന്ന് എടുത്തൊരു തീരുമാനമുണ്ട്, മരണ പര്യന്തം ഞാൻ വിശ്വസ്തയായിരുന്നോളാം. ദൈവമക്കളെ, എൻഗേജ്മെന്റ് നടന്നു കേട്ടോ. വിശ്വസ്തയായിരുന്നോളാമെന്ന് വാക്ക് കൊടുത്തു വെള്ളത്തിൽ നിന്ന് കയറി വന്നിട്ട് കളഞ്ഞത് പലതും ഇന്ന് തിരിച്ചെടുത്ത് പഴയ മനുഷ്യനെ ക്രൂശിക്കണം എന്ന് പറഞ്ഞ് പഴയ മനുഷ്യനെ കുടിച്ചിട്ടത്. എന്നാൽ ഇന്ന് പഴയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുക. പഴയ മനുഷ്യന്റെ സ്വഭാവം എന്താ? കോപിക്കുന്നവൾ, അസൂയുള്ളവൾ, വാശിയുള്ളവൾ, വൈരാഗ്യമുള്ളവൾ, ഫൊർഗീവ് ചെയ്യാൻ പറ്റാത്തയാള്. ഇതൊക്കെ പഴയ മനുഷ്യന്റെ സ്വഭാവം. അതിനെ ക്രൂശിച്ചു എന്നാ നമ്മൾ പറഞ്ഞേ, കുഴിച്ചിട്ടു. ഇന്ന് പുതിയ മനുഷ്യനെയാണോ ആ പഴയ ആള് തന്നെയാണോ ഇന്നും? ആദ്യത്തെ കുറച്ച് നാളുണ്ട് നമുക്ക് വീര്യം, അല്ലെ? കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, അയ്യോ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് അനുഭവം ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്ന ദിവസം, അയ്യോ അങ്ങനെ ഇല്ല മമ്മി, സോറി കർത്താവെ, സോറി എന്ത് പറഞ്ഞാൽ രക്ഷിച്ചാ സോറി, ക്ഷമിക്കണം കേട്ടോ, അങ്ങക്ക് ഫീൽ ചെയ്തോ, ക്ഷമിക്കണം കേട്ടോ. ചർച്ച വന്നിരുന്ന ഓരോന്ന് ഓർക്കും, കർത്താവ് എന്തെങ്കിലും കുറവുണ്ടോ, രാത്രി കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും, കർത്താവ് എന്തെങ്കിലും ബാക്കി വന്നോ, അപ്പനെ ഏർട്ട് ചെയ്തോ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോഴും അങ്ങനെ, പരിശുദ്ധാത്മാവെ അങ്ങേ വേദനിപ്പിച്ചോ, ഞാൻ എന്റെ വാക്ക് വേദനിച്ചോ. പിന്നെ കാലക്രമേണ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ഈ സ്നേഹവും ഇതെല്ലാം അങ്ങ് പോയി. ഇപ്പൊ പരിശുദ്ധാത്മാവ് കുത്തിയിട്ട് മനസ്സിലാവുന്നില്ല, മാലിന്യം അകത്ത് കിടക്കുകയാ. ഇന്ന് ദൈവാത്മാവ് ചിലരോട് പറയുക, ഉണരണം, എഴുന്നേൽക്കണം. മാലിന്യത്തിനകത്ത് കിടന്നാൽ മണവാളൻ വരും. ആ ദിവസം പെട്ടെന്ന് വരും. ഇത് വീണ്ടും പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കേണ്ടതിന് എന്റെ കയ്യിൽ ദൂത് തന്നേക്കുകയാ. ഓർത്തോണം, കർത്താവ് വരാറായി, തന്റെ സഭയെ ചേർക്കാറായി. ഇവിടത്തെ ഉപജീവനവും ചിന്തിച്ച് ആത്മീകത്തിന് ലെവലേശം സ്ഥാനം കൊടുക്കാതെ ഇങ്ങനെയൊക്കെ അങ്ങ് തട്ടിയും മുട്ടിയും പോയാൽ മതി. ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്,
രാവിലെ ഒരു 5 മിനിറ്റ് പ്രാർത്ഥന, വൈകിട്ട് ഒരു 5 മിനിറ്റ് പ്രാർത്ഥന, ബൈബിൾ വായിക്കുന്നുണ്ട്, മതി. കർത്താവ് ഏൽപ്പിച്ച മിഷൻസ് ഒന്നും ചെയ്യുന്നില്ല. ഒന്ന് ഓർത്ത് നോക്ക്, പോകുമോ? ഈ മണവാട്ടിയെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. ചിന്തിക്കുക. അപ്പം ലോകത്തിന്റെ മാലിന്യത്വം നമ്മളിൽ കയറരുത്. അത് സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ആരംഭത്തിൽ ഇറങ്ങിയ വിശ്വാസത്തിലും തീഷ്ണതയിലും ഇനി നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. ഇങ്ങനെയൊരു അവസ്ഥ എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ ഭർത്താവിൽ, എന്റെ മക്കളിൽ എന്നിൽ വരല്ലേ അപ്പാ. ലോകത്തിന്റെ എന്തെങ്കിലും മാലിന്യം എന്നിലുണ്ടെങ്കിൽ അത് വിട്ടോടുവാനുള്ള കൃപ നൽകണമേ. അത് എന്റെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഉണർന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തത് 1 കൊരിന്ത്യർ 10:11-12 വാക്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 1 കൊരിന്ത്യർ 10:11-12 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിപ്പി. ഇത് സംഭവിക്കാൻ ചാൻസ് ഉള്ളതാ, ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ നിൽക്കുന്നത് കൃപയാല. കൃപ എന്ന ഞാൻ ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്ന എപ്പോഴും ഒരു ഞാൻ ദൈവസന്നിധി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് ഇന്ന് നിൽക്കാനുള്ള കൃപ. അപ്പൊ ഞാൻ എപ്പോഴും ഫീൽ ചെയ്യുന്നത് കർത്താവിന്റെ കൈ അല്ലെങ്കിൽ ഒരു പലക പോലെ ഒരു ബാലൻസേല നിൽക്കുന്നേ. ഞാന് കൃപയിൽ നിന്നാൽ, കർത്താവിന്റെ കാല് അല്ലെ കയ്യിൽ ഞാൻ നിന്നാൽ കുഴപ്പമില്ല, നിൽക്കാം. പക്ഷെ ഞാൻ അങ്ങ് ചിന്തിക്കുക, ഞാൻ എന്റെ കഴിവുകൊണ്ടാ നിൽക്കുന്നത് എന്ന് തോന്നാൽ വീണുപോകും. അപ്പോൾ കൃപയിൽ നിൽക്കണം. അപ്പൊ വീഴാതിരിക്കാൻ, വീണു പോയാൽ തീർന്നു ദൈവമക്കളെ. പലരും വീണു, പക്ഷെ അറിയുന്നില്ല വീണെന്ന്. മനസ്സിലായോ? വീണുപോയി, കൃപയിൽ നിന്ന് വീണുപോയി. പിന്നെ പാരമ്പര്യത്തിലും എക്സ്പീരിയൻസിലും മുന്നേറി പോകുന്നത്. കൃപയൊക്കെ ചോർന്നുപോയി. പക്ഷെ ഇന്നും പാരമ്പര്യം ഉള്ളത് കൊണ്ടും പെന്തക്കോസ്ത് കുടുംബത്തിലായതുകൊണ്ടും ആ പാരമ്പര്യത്തിൽ അങ്ങ് നിന്നു പോവുകയാ, വീണുപോയി. എന്നാൽ ഞാൻ ഇന്ന് ദൈവമക്കളെ, നിങ്ങൾ ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുക, വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. കൃപയാ. പാടുന്നുണ്ടെങ്കിൽ അത് കൃപയാ. പ്രാർത്ഥിക്കാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ കൃപയാ. പ്രസംഗിക്കാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ കൃപയാ. സുവിശേഷം പറയാൻ കൃപ തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാ, കൃപയാ. ഹല്ലേലൂയ. നിൽക്കുന്നത് കൃപയാലാ. ഹല്ലേലൂയ. ദൈവാത്മാവ് ദൂത് പറയുന്നു, ഹല്ലേലൂയ, വീഴാതിരിപ്പാൻ സൂക്ഷിക്കണം. ഇത് സംഭവിക്കാൻ ചാൻസ് ഉള്ളതാ. ദൈവമക്കളെ, നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ദൈവദാസന്മാർക്ക് വേണ്ടി ആത്മാവി പ്രാർത്ഥിക്കുന്നുണ്ട്? ശുശ്രൂഷിക്കുന്ന എത്ര പേരെ ഓർത്ത് ആത്മാവി പ്രാർത്ഥിക്കുന്നുണ്ട്? ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അനേകരുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് ഏഞ്ചൽ എൽസ. വളരെ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവദാസിയ. ഞാൻ എന്റെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു ജനറേഷനെ ദൈവം എഴുന്നേൽപ്പിക്കണം. പണ്ടത്തെ അപ്പച്ചമാരുടെയും അമ്മച്ചിമാരുടെയും പ്രാർത്ഥനയാ അത് ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ നമ്മളിൽ എത്ര പേര് സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്? ദൈവമേ, അവർ കൃപയിൽ നിന്ന് വീണു പോവരുത്. ഉന്നത ഭാമോ നികള ഹൃദയമോ നമ്മളിൽ ആരും വരരുത് ദൈവമക്കളെ. അതുകൊണ്ടാ പറഞ്ഞ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. ഇത് സംഭവിക്കാനുള്ളതാ. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, അവർ കൃപയിൽ നിന്ന് വീണു പോകരുത്. ഇത് സംഭവിക്കാനുള്ളതാ. അടുത്തൊരു വചനം നമുക്ക് വായിക്കാം. എബ്രായ ലേഖനം 12:14-15. എബ്രായർ 12:14-15. ഹല്ലേലൂയ, സ്തോത്രം. എബ്രായർ 12:14-15 വാക്യങ്ങൾ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മാലിന്യപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവേൻ. യെസ്, അടുത്ത സംഭവിക്കാൻ ചാൻസ് ഉള്ള ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മക്കളെ. ഇത് അടുത്തൊരു കാര്യം ഇപ്പൊ സംഭവിക്കുന്ന നമ്മുടെ ആത്മീക കോളത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ കാര്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. നമുക്ക് എല്ലാവരോടും സമാധാനം ഉണ്ടോ? നമ്മളെപ്പോഴും പറയും, കർത്താവെ വേഗം വരണമേ. ഞാൻ കഴിഞ്ഞ പല നാളുകൾക്കും ഇതുപോലെ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ വേഗം വരണേ, വേഗം വരണം. അപ്പൊ ഒരു ദിവസം ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പം ദൈവാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു വെളിപ്പാട് എന്നെ കാണിച്ചു. ഒരു വെളിപ്പാട്. ആ വെളിപ്പാട് ഇങ്ങനെയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ ശരീരം, നമ്മളിങ്ങനെ ഇപ്പൊ പിക്ചർ വരയ്ക്കുവാന്ന് വെച്ചാൽ, ഒരു ബോഡി പടം വരയ്ക്കുമ്പോൾ
തല കഴിഞ്ഞ് നമ്മൾ ഒരു കഴുത്ത് വരയ്ക്കും അല്ലെ? കാരണം ഈ തലയെ കഴുത്താണ് ബോഡിയുമായിട്ട് ഇങ്ങനെ യോജിപ്പിക്കുന്നത് അല്ലെ? എന്നാൽ ദൈവാത്മാവ് എന്നെ കാണിക്കുന്ന ഒരു ബോഡിയാണ്. തല വളരെ ഉയരത്തിൽ നിൽക്കും, അതിന്റെ പുറത്തൊരു കിരീടമുണ്ട്, ഭയങ്കര തേജസ്സാ. എനിക്ക് തേജസ് കാരണം മുഖം കാണാൻ പറ്റില്ല, പക്ഷെ ഒരു കിരീടം ഞാൻ കണ്ടു, വളരെ ഭംഗിയുള്ള ഒരു കിരീടം. അപ്പൊ അതൊരു തലയാണെന്നറിയാം, തലയുടെ ഷേപ്പിലാണ് ആ വെളിച്ചം നിൽക്കുന്നത്. മുഖം എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ അത് കഴിഞ്ഞൊരു ബോഡി കാണിക്കും, ശരിക്കും നമ്മുടെ ബോഡി പോലത്തെ ഒരു ബോഡി. എന്നാൽ ഞാൻ കാണുന്ന ബോഡി കഴുത്തുണ്ട്, കഴുത്ത് കഴിഞ്ഞൊരു ഗ്യാപ്പാ, 2 ഷോൾഡർ ഉണ്ട്, പിന്നെ ഷോൾഡറിന്റെ ഇവിടെ 2 ഗ്യാപ്പ്, പിന്നെ കൈ, പിന്നെ ഗ്യാപ്പ്, പിന്നെ ഈ ഭാഗം ഇവിടെ ഗ്യാപ്പ്, പിന്നെ ഈ കൈ, ഓരോ വിരലും മുറിഞ്ഞു നിൽക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, കർത്താവ് ഇത് എന്തോ? അപ്പൊ കർത്താവ് പറയാം, എന്റെ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ, ഒന്നൊന്നിനോട് ചേരത്തില്ല. മനസ്സിലായോ? തന്റെ ശരീരമാകുന്ന സഭയെ കൊണ്ടുപോകാൻ ക്രിസ്തു വരണമെങ്കിൽ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും മുറിഞ്ഞിരുന്നാ പറ്റുമോ? നമുക്ക് എത്ര പേർക്ക് എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുന്നുണ്ട്? ഇവിടെ പറയും, ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താനെ കാണാൻ പറ്റത്തില്ല. എന്റെ ചോദ്യം ഇതാ, നമ്മൾ ആദ്യം വായിച്ച കുറിവാക്യം, സംഭവിപ്പാളെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിന് മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ പ്രാപ്തരാകണം. അപ്പൊ ഞാൻ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരെയാ കാണുന്നത്? എന്റെ കർത്താവിനെ കാണുന്നത്. ഇവിടെ പറഞ്ഞ് ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ നിൽക്കണമെങ്കിൽ ആദ്യം ഞാൻ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം പ്രാപിച്ച് ഞാൻ ദൈവസന്നിധി നിൽക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണമെന്ന്. ദൈവമക്കളെ, ഞാൻ ഇത് പറയാൻ കാരണം, ഒന്നുകൂടെ ഞാൻ പറയുകയാ, കർത്താവ് വരാറായി. തന്റെ സഭ ശുദ്ധീകരണം പ്രാപിച്ച് മറ്റുള്ളവരുമായി സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാത്ത സഭയെ കർത്താവ് കൊണ്ടുപോകത്തില്ല. ആരെങ്കിലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുക, അവരെന്നോട് ഇത് ചെയ്തത് കൊണ്ടാ ഞാൻ മിണ്ടാത്തത്. അവരെന്നോട് പറഞ്ഞതിന്റെ വേദന എന്തെന്ന് സിസ്റ്ററിന് അറിയാമോ? ദൈവ പൈതലേ, മണവാട്ടിയേ, ഈ ലോകത്തിൽ പറഞ്ഞ വാക്കുകളും ലോകക്കാർ നിന്നെ ദുഷിച്ച വാക്കുകളും കേട്ട് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ടുകളയല്ലേ. ക്രിസ്തു നമ്മളോട് പറയുന്നു, സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എന്നിട്ട് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ദൈവകൃപ വിട്ട് പിന്മാറരുത്. ഇത് സംഭവിപ്പാൻ ചാൻസ് ഉള്ള കാര്യമാ. ഇന്ന് അനേകര് ദൈവകൃപ വിട്ട് മാറി. കാരണം എന്താണെന്നറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തില്ല. ഡിനോമിനേഷൻസ് പ്രശ്നമാ. ഒരു ഡിനോമിനേഷൻകാർക്ക് മറ്റൊരു ഡിനോമിനേഷൻകാരെ ഇഷ്ടമല്ല. ദൈവമക്കളെ, ഇത് എന്ത് വലിയ പാപമാ നമ്മുടെ ആത്മീക കോളത്തിൽ കയറിയിരിക്കുന്നത്. സഹോദരങ്ങൾ തമ്മിൽ ഇഷ്ടക്കേട്, സഭകൾ തമ്മിൽ ഇഷ്ടക്കേട്, ഒരു കുടുംബത്തിൽ തന്നെയുള്ള സഹോദരങ്ങൾക്ക് തമ്മിൽ ഇഷ്ടമല്ല. ദൈവ പൈതലെ, നമ്മൾ ഇന്ന് എവിടെയാ നിൽക്കുന്നത്? നിങ്ങളെ തന്നെ ശോധന ചെയ്യും. സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. കർത്താവ് വരാറായി. നമ്മൾ ഈ ലോകത്തിലെ കാര്യങ്ങളും ജോലി, തലമുറ, വീട്, ജോലി, ചർച്ച്, വീട്, ഇതൊക്കെയുള്ളൂ. ഒരു ഞായറാഴ്ചത്തെ ആരാധന, 2 കൂട്ടായ്മ കഴിഞ്ഞു, ഐ ആം ഓക്കെ. കർത്താവ് പറയുക, ഹൃദയമാ കർത്താവ് നോക്കുന്നത്. എനിക്ക് തൊട്ടടുത്തിരിക്കുന്ന എന്റെ സഹോദരിയെ 100% സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വിരൽ, ഉദാഹരണം ഞാൻ പറഞ്ഞേ, ഇത് ഞാൻ ആയിക്കൊള്ളട്ടെ, ഇത് ഓരോ സിസ്റ്റേഴ്സ് ഇതിനകത്ത് അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തര്, ഇതാണ് അടുത്തൊരു ബോഡി ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് ഈ വിരലിനോട്, ഈ ബോഡിയോട് ചേരാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാ ക്രിസ്തുവിന്റെ സഭ പൂർത്തീകരണത്തിലേക്ക് വരുന്നത്? ഞാൻ എപ്പോഴും എന്നെ ദൈവാത്മാവ് പ്രാക്ടിക്കൽസിൽ കൂടെ പഠിപ്പിക്കുന്നത്. പ്രാക്ടിക്കൽ. എന്റെ ജീവിതത്തിൽ ഏത് വാക്യവും കർത്താവ് പ്രാക്ടിക്കലാണ്. ഒരു ദിവസം എന്റെ ഇവിടെ കൈ ഒന്ന് മുറിഞ്ഞു. ഇവിടെ ഗസ്റ്റുകളുണ്ട്. പെട്ടെന്ന് കൈ മുറിഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ നോക്കിയപ്പം ഞാൻ ഓടി, നമുക്ക് എപ്പോ അറിയാം, നിങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത, കൈ മുറിഞ്ഞ് ആദ്യം ചെയ്യുന്നത് ഈ കൈ ഓടി വരുന്നല്ലേ. ഞാൻ എപ്പോഴും ഈ എക്സാമ്പിൾ പറയും. കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലത്തെ കൈയില്ല കത്തിയിരിക്കുന്നേ, ഇടത്തെ കൈ പച്ചക്കറി ഇരിക്കുന്നു, ഞാൻ അരിവാ, വലത്തെ കൈ കൊണ്ടല്ലേ അരിഞ്ഞേ, ഈ കൈ മുറിഞ്ഞു. അപ്പൊ ഇടത്തെ കൈ വലത്തെ കൈയോട് സംസാരിക്കുവാണെങ്കിൽ പറയും, നീ എന്തിനാ എന്നെ മുറിച്ചേ? നീ ചോദിച്ചേ, 2 കൈയിൽ ഒരു കൈ, ഇടത്തെ കൈ കൊണ്ട് അരിയുന്നവരായിക്കോട്ടെ, എങ്ങനെ ഞാൻ എന്റെ കൈ വലത്തെ കൈ ആയതുകൊണ്ട് ഞാൻ പറയും, വലത്തെ കൈ കത്തി പിടിച്ച് അരിയുമ്പോൾ വലത്തെ കൈയിലെ തെറ്റുകൊണ്ടല്ലേ ഇടത്തെ കൈ മുറിഞ്ഞത്.
പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ബോഡി ചെയ്യുന്ന ഒരു മെക്കാനിസം? കത്തി അവിടെ ഇട്ടിട്ട് മുറിച്ച കൈ തന്നെ ഓടി വന്ന് എന്ത് ചെയ്യുന്നത്? ശ്രദ്ധിച്ചോ നിങ്ങൾ ആരും ഇതൊന്നും ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ ആരുടെയും കൈ മുറിഞ്ഞിട്ടില്ലേ? എന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ ഞാനത് അന്ന് മുറിഞ്ഞപ്പോ എന്നെ ദൈവാത്മാവ് പ്രാക്ടിക്കൽ ക്ലാസ് ഇത് മുറിഞ്ഞോണ്ടിരിക്കുക എന്റെ കൈ ചെന്ന് ഇങ്ങനെ തൊടുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോ പെട്ടെന്ന് നമ്മൾ അറിയാം, നമ്മൾ ചിലപ്പോൾ വായി വെച്ചെന്നിരിക്കും, ഇങ്ങനെയൊക്കെ പലത് ചെയ്യുക. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചു, ഇതാണ് സഭ. ഒരാൾക്ക് മുറിവേറ്റാൽ അടുത്തവർ ഓടി വരണം. നീയല്ല എന്നെ മുറിച്ചത്. ഇടത്തെ കൈ പറഞ്ഞോ, നീ മുറിച്ചത് കൊണ്ട് നീ മാറി നിൽക്ക് പറഞ്ഞോ? ഇല്ല, വലത്തെ കൈ കൊണ്ട് പറ്റിയ അബദ്ധമാ. എന്നാൽ ഈ കൈ തന്നെ ഓടി വരുന്നത്, ഞെക്കുന്നത്, കഴുകുന്നത്, ബാൻഡേഡ് ഇടുന്നത് എല്ലാം ഈ കൈയാ. ഈ കൈ പറയുന്നില്ല നിന്നെ എനിക്ക് വേണ്ടെന്ന്. വലത്തെ കൈ ഇടത്തെ കൈയും കുറ്റം പറയുന്നില്ല. ഇതാണ് ക്രിസ്തു എന്ന സഭയെ കുറിച്ച്, ശരീരത്തെ കുറിച്ച് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത്. നമ്മൾ ഒരു ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അവയവത്തെ നമുക്ക് ബലഹീനമായി കാണാൻ പറ്റത്തില്ല. ഓ, ഈ അവയവം ഇല്ലായിരുന്നേ നന്നായിരുന്നു, ആരെങ്കിലും പറയാൻ പറ്റുമോ? ഓ, 2 കണ്ണ് ഇച്ചിരി കൂടി പോയി, 1 കണ്ണ് മതിയായിരുന്നു, പറയാൻ പറ്റുമോ? എന്തിനാ 10 വിരലോ? എന്തിനാ കർത്താവ് ഇത്രയും വിരലൊക്കെ തന്നെ? ഒരു വിരലിനെ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. 5 വിരലുണ്ടല്ലേ? ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കൂടെ പറഞ്ഞു തരുന്നത് കേട്ടോ. 5 വിരൽ. ഈ എല്ലാ വിരലും ഏറ്റവും താന്നിരിക്കുന്ന വിരലാരാ? അല്ലേ? തം ഫിംഗർ. ഈ വിരലുകളെല്ലാം പറയുക ഞങ്ങളൊക്കെ ഉയർന്നവരാ, നീ താന്നതാ, നോക്ക് നീ താന്നവനാ, നിനക്ക് ഞങ്ങളുടെ കൂടെ ഒപ്പം നിൽക്കാനുള്ള, അതുകൊണ്ട് ദൈവം നിന്നെ താത്തതാ. നമ്മളൊക്കെ ഈ വാക്കുകൾ ചിലപ്പോൾ ഉപയോഗിക്കും ദൈവമക്കളെ. ചിലരെ നോക്കി നമ്മൾ ഇതൊക്കെ പറയും, ഞങ്ങൾക്ക് മാത്രമേ സ്റ്റാറ്റസ് ഉള്ളൂ, ഞങ്ങളുടെ ലെവലിനനുസരിച്ച് നീ താന്നതാ. ദൈവമക്കളെ, സഭയുടെ പ്രത്യേകത ഞാൻ പറയുവാണേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിലയിലും വിലയിലും നിൽക്കുന്ന സഭയെ, വിശ്വാസികളെ, നിങ്ങൾ ഈ ലോക്കൽ അല്ലെങ്കിൽ താന്നവൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കപ്പ് എടുക്കാൻ പറ്റുമോ? ഒന്ന് എടുത്തു കാണിച്ചേ, ഒന്ന് ട്രൈ ചെയ്ത്. എൻ്റെ കയ്യിൽ ഒരു കപ്പുണ്ട്, ഞാൻ ഈ വിരൽ കൊണ്ട് എടുക്കുക, ശക്തിക്ക് എടുക്കുക. പക്ഷെ ഇതിനകത്ത് വെള്ളം നിറഞ്ഞ് കനമുള്ള എന്തെങ്കിലും എടുത്ത് കുടിക്കാൻ നോക്കി കഴിഞ്ഞാൽ വീഴും. അപ്പൊ എനിക്ക് എന്ത് വേണം? ഈ വിരലും കൂടെ വേണം. അതാണ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഈ 4 പേര് കൂടി ചെയ്യാൻ പറ്റാത്തത് ഈ ഒരു ചെറിയ വ്യക്തി ഒന്ന് താങ്ങിക്കൊടുത്താൽ എല്ലാം ചെയ്യാൻ പറ്റും. ഈ ഒരാഴ്ച ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ എല്ലാവരും ഇനി തം ഫിംഗർ ഉപയോഗിക്കാതെ വീട്ടിലെ പണിയൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കണം. തുണി മടക്കണം, തം ഫിംഗർ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ടൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെങ്കിലും ഒക്കെ താത്ത് നിർത്തിട്ടുണ്ടോ ഓർത്തോണം. അവരെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എന്തിനാണെന്നറിയോ? അവരെ ചില സമയത്ത് നമുക്ക് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് നിൽക്കാൻ പോകുന്നു. നമ്മൾ ആരെ തഴഞ്ഞു നിർത്തിയോ, നമ്മൾ ആരെ മാറ്റി നിർത്തുന്നോ, അവരെ ഒരു സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ സപ്പോർട്ടീവ് സിസ്റ്റമാക്കി മാറ്റും. അതിന്റെ ഏറ്റവും വലിയ ഉത്തമം അതാണ്. നമ്മുടെ ബൈബിളിൽ ആരെ നോക്കിയാലും ആരെയൊക്കെ സഹോദരങ്ങൾ തഴഞ്ഞിട്ടുണ്ടോ? ദാവീദേ, നീ ഇടയനാ, ചേട്ടന്മാര് വലിയ ഗമയുള്ളവരാ, വലിയ ടൈറ്റിലും രാജാവിന്റെ വലിയ പണിക്കാരൊക്കെയാ. പക്ഷേ ഉണ്ടല്ലോ, ഗോലിയാത്തിനെ കൊല്ലണമെങ്കിൽ ഇവൻ വരണമെന്ന്, ഈ താന്നവൻ വരണമെന്ന്. മനസ്സിലായോ? അതുകൊണ്ട് സ്റ്റാറ്റസും വിലയൊന്നും അല്ല കേട്ടോ ദൈവത്തിനാകം. കർത്താവ് നോക്കുന്ന നീ ഇവരെ ചേർത്ത് പിടിക്കുമെന്നാ. ആകിയാൽ ദൈവമക്കളെ മടങ്ങി വരണം. ക്രിസ്തു എന്ന സഭ മടങ്ങി വരാറായി. ഹല്ലേലൂയ, മടങ്ങി വന്നേ പറ്റൂ. ഇത് ഞാൻ വീണ്ടും പറയുന്നതിന്റെ കാര്യം, കർത്താവിന്റെ വരവെടുത്തു. സഭ ഉണർത്തപ്പെടണം, സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. ഈ മീറ്റിംഗ് കഴിഞ്ഞ് ആരോടെങ്കിലും ഇവിടെ പറഞ്ഞ പോലെ കയ്പിന്റെ വേരോ മുള്ളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തു മാറ്റി, സഹോദരി സഹോദര, വർഷങ്ങളായി എന്റെ ഉള്ളിൽ നിന്നോട് വിഷമമുണ്ട്, എന്നോട് ക്ഷമിക്കണം. കർത്താവിന്റെ വരവിൽ നീ പോകാനും ഞാൻ പോകാനും തടസ്സമായി ഇത് കൊണ്ടാവല്ല. നിങ്ങൾ ആരെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ കർത്താവ് ഒന്ന് പോകാതെ ഇവിടെ കിടക്കുന്ന അവസ്ഥ? നാട്ടുകാർ കല്ലെറിയും കേട്ടോ, നാട്ടുകാർ കല്ലെറിയും. ഞാൻ വെറുതെ പറയുന്നതല്ല. നമ്മൾ പലപ്പോഴും ഇത് മറന്നു പോവുക. നമ്മൾ ഇന്ന് ഓടുന്നത് ലോകത്തിന്റെ പുറകെയാ. ദൈവാത്മാവ് ശക്തമായി ചിലരോട് ദൂത് പറയുക, ഉപജീവന ചിന്തകളാൽ ഹല്ലേലൂയ വലഞ്ഞു പോവല്ലേ. മാലിന്യം വീട്ടിൽ എടുത്തു കയറ്റരുതേ. കളഞ്ഞതൊക്കെ കളഞ്ഞതായിരിക്കണം, വീണ്ടും അത് കയറ്റരുത്. ഹല്ലേലൂയ, ലോകത്തിന്റെ മോഹങ്ങളിൽ കുടുങ്ങിപ്പോവരുത്. 2 സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണം. അന്യോന്യം ഒരു സ്നേഹബന്ധം, അന്യോന്യം ഒരു കരുതൽ. ക്രിസ്തുവിന്റെ സഭയെ ഇപ്പൊ ഞാൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഓർക്കണം, അത് എന്റെ ഒരു ശരീരത്തിലെ അവയവം തന്നെ. ദൈവങ്ങളെ, നടുവേദന വന്നാൽ തന്നെ ആദ്യം ഓടി ചെല്ലുന്ന ആരാ? നമ്മുടെ കൈയല്ലേ. തലവേദന വന്നാലും ഓടി വരും നമ്മുടെ കൈയല്ലേ.
ഒന്ന് ഓർത്ത് നോക്കിക്ക്. നമ്മുടെ ശരീരം, ഡോക്ടർ ഏഞ്ചൽ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം. ഐ വാസ് എ നേഴ്സ്. ഐ ലേൺ അനാട്ടമി ആൻഡ് ഫിസിയോളജി. ഞാൻ കരയുമായിരുന്നു ക്ലാസ്സിൽ ഇരുന്നു. കർത്താവ് എന്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവം ബോഡിയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അത്ഭുതകരോ അതിശയകരമായിട്ട്. അപ്പൊ പോള് ബോഡി ആയിട്ട് ക്രിസ്തുവിന്റെ സഭയെ കാണിച്ചിരിക്കുന്നുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാരെ ഭാര്യയെ സ്നേഹിപ്പി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് സോ പവർഫുൾ. മനസ്സിലായി ഞാൻ ഈ പറയുന്നത്? പെട്ടെന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വചനത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത എന്തോ നമ്മൾ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. എഫേസ്യർ 5:15-16 ഒന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 5:15-16. എഫേഷ്യൻസ് 5:15-16. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. യെസ്, മതി. അപ്പം സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് സംഭവിക്കാനുള്ള കാര്യം എന്താ പറയാ? സമയമില്ല. എല്ലാരും പറയുന്ന ഒരു വാക്കാണ് ഐ ആം ബിസി. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കാം. അയ്യോ സിസ്റ്റർ ബിസിയാ. ഇന്നെന്താ വരാ? ഓ ബിസിയാ സിസ്റ്റർ, വീട്ടിൽ ഭയങ്കര തിരക്കാം, ബിസിയാ. ശരിക്കും ബിസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ബീയിങ് അണ്ടർ സേറ്റൻസ് യോക്ക്. അറിയത്തില്ലാത്തവർ എഴുതി കിട്ടും. ബീയിങ് അണ്ടർ സേറ്റൻസ് യോക്ക്. അപ്പൊ നമ്മൾ തന്നെ അൺനോയിങ്ലി പറയുന്ന ഒരു വാക്കാ ഐ ആം ബീയിങ് അണ്ടർ സേറ്റൻസ് യോക്ക്. അതുകൊണ്ടാണ് എനിക്ക് തിരക്ക്. ആത്മീയകാര്യത്തിൽ ഒന്നും സമയമില്ലെന്നേ. ഞാൻ എപ്പോഴും ഓർക്കും, പണ്ടത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും 10-12 മക്കളുണ്ട്. പക്ഷെ അവരാരും ഒരു പ്രാർത്ഥനയും മുടക്കാറില്ല. നമുക്കെല്ലാം സ്വിച്ച് ഇട്ടാൽ ഇപ്പൊ എല്ലാം നടക്കും. പക്ഷെ സമയം എന്തിനായി മാറ്റിവെക്കുന്നറിയോ? പ്രാർത്ഥിക്കാൻ. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ദൈവജനത്തെ ശത്രു കൊണ്ടുവന്നേക്കുക. ഇവിടെ പറയുക സംഭവിപ്പാളത് ഒഴിഞ്ഞു പോകണം. എന്തുവാ സംഭവിക്കാണ്ടിരിക്കുന്നു ഇവിടെ? കർത്താവിന്റെ ഹിതം ഇന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാതെ പോവുക. കാരണം എന്നെ സമയമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഇവിടെ കല്യാണം കഴിഞ്ഞവർക്ക് മനസ്സിലാവായിരിക്കും, അല്ലെ കല്യാണത്തോട് തയ്യാറെടുക്കുന്നവർ ചിന്തിച്ചു. ഒരു ചെറുക്കം വന്ന് കണ്ട് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ ഏറ്റവും ഇഷ്ടമുള്ളത്, എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ എൻഗേജ്മെന്റ് തലേന്ന് പിറ്റേ ദിവസം കല്യാണമായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിലും ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വർഷമൊക്കെ എൻഗേജ്മെന്റ് കഴിഞ്ഞവര് എപ്പൊ നോക്കിയാലും മാറിയിരുന്നു. ഇനി എനിക്കുള്ള എക്സ്പീരിയൻസ്, എന്റെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് US പോകുന്നപ്പം ഞാൻ മാറിയിരുന്നു. എപ്പോഴും അങ്ങ് സംസാരമാണ്. രാത്രി 2 മണിക്ക് 3 മണിക്ക്. അപ്പൊ മമ്മി ഉറങ്ങിയില്ലേ? ഇല്ല മമ്മി. അച്ഛൻ ഓക്കെ നടക്കട്ടെ നടക്കട്ടെ. എന്റെ അനിയത്തിമാരൊക്കെ ഇങ്ങനെ കളിയാക്കാം, നടക്കട്ടെ. എവിടെയെങ്കിലും ഒരു കോർണറിൽ കാണാം, നടക്കട്ടെ, ഇങ്ങനെ കളിയാം. അപ്പൊ ഞാൻ ഓർത്തൊരു കാര്യം, അന്ന് എനിക്ക് ഉറക്കവും ഇല്ല. ഒന്ന് അച്ഛന്റെ കോള് വന്നു കഴിഞ്ഞാൽ പിന്നെ ചാടി ഇറങ്ങി റൂമിൽ നിന്ന് ഉറങ്ങി ഓടിപ്പോയിരുന്നു. ഹോസ്റ്റലിലല്ലേ, മാറിപ്പോയിരുന്നു സംസാരിക്കുമ്പോ ഞാൻ എപ്പോഴും അന്നൊക്കെ ഉറക്കം എന്ന് പറയുന്നില്ല. ക്ലാസ് ടീച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് വരുമ്പോൾ ഓടി നോക്കാം, അച്ഛൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റിയാണ്. കാരണം ഇഷ്ടങ്ങൾ മനസ്സിലാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കർത്താവിനെ അറിഞ്ഞ കാലത്ത് ഇതുപോലൊരു സ്വഭാവം ഇല്ലായിരുന്നു നമുക്ക്. ഓടിപ്പോയി വചനം എടുത്തു നോക്കാം, കർത്താവിന്റെ ഇഷ്ടം എന്നതാ, അപ്പൻ ഇഷ്ടം എന്നതാ, എന്റെ പ്രാണപ്രിയന്റെ ഇഷ്ടം എന്നതാ, ഇഷ്ടക്കേടും എല്ലാം ഞാൻ ചെയ്യുന്നുണ്ടോ? ഇന്ന് എത്ര പേര് ബൈബിൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്? പറ. ഇറങ്ങിയ കാലത്ത്, കർത്താവുമായിട്ട് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ട കാലത്തെ സ്നേഹവും തീഷ്ണത. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞേ, നീ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന്. കർത്താവിനെ കണ്ട നാളത്തെ സ്നേഹം, കല്യാണം കഴിഞ്ഞ ആദ്യ നാളിലെ ഒരു സ്നേഹമില്ലേ, ആ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന്. എവിടെ അച്ചായം പോയാലും കൂടെ പോകും. ഒരുമിച്ചിരിക്കാനുള്ള ആഗ്രഹം, ഒരുമിച്ച് കഴിക്കാനുള്ള ആഗ്രഹം, ഒരുമിച്ച് പോകാനുള്ള ആഗ്രഹം, ഇതുപോലെയുള്ള ആഗ്രഹത്തിലേക്ക് സഭ മടങ്ങി വരണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇതിനു പകരം ഉപജീവന ചിന്തകളാലും മറ്റു കാര്യങ്ങളാലും നമ്മൾ വലഞ്ഞു പോവല്ലേ. ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുക. നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ എഫേസ്യർ ഈ അധ്യായത്തിൽ തന്നെ 4-ാം അധ്യായം 17-18 വാക്യത്തിലും ഇങ്ങനെ പറയുന്നു, വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കരുത് ജാതികളെ പോലെ. അതും സൂക്ഷിക്കണം. ഇന്ന് ഒരുപാട് വ്യർത്ഥ ബുദ്ധി ദൈവജനത്തിന്റെ ബുദ്ധിക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്. വ്യർത്ഥ ബുദ്ധി. എന്തോ വ്യർത്ഥ ബുദ്ധി? ജാതികൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ന്. അത് ബുദ്ധി ഉപദേശിക്കാൻ കൃപ നഷ്ടപ്പെട്ടവർ, പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവരുണ്ട് സഭയ്ക്കകത്ത്. അതുകൊണ്ട് വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കരുത്. അത് സൂക്ഷിക്കണം. അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ബി കെയർഫുൾ. വ്യർത്ഥ ബുദ്ധി സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാ. വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കും. ദൈവമക്കളെ ഉണരണേ, ഉണരണേ, പ്രാർത്ഥിക്കണേ. വീണ്ടും പറയുക, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകണം. ഇതൊക്കെ സംഭവിപ്പാനുള്ളതാ. ആയാൽ ഒഴിഞ്ഞു പോകണം. ഉണർന്നു പ്രാർത്ഥിക്കണം. ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. 1 യെശയ്യാവ് 60:1 ഞാൻ തന്നെ പറഞ്ഞു പോകാം, വായിക്കാൻ സമയം എടുക്കണ്ട. യെശയ്യാവ് 60:1 ഇങ്ങനെ പറയുന്നു. എന്തുവാ പറയുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചനമാ. എന്തുവാ?
എഴുന്നേറ്റ് പ്രകാശിക്കുക. ഫസ്റ്റ് പോയിന്റ്. ഇന്നത്തെ ഈ മീറ്റിംഗിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്ത് ആദ്യം ചെയ്യേണ്ടത് എഴുന്നേൽക്കണം. മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഒന്ന് എഴുന്നേൽക്കണം. എഴുന്നേറ്റാ പോരാ, എഴുന്നേറ്റ് പ്രകാശിക്കണം. ഇന്ന് നീ ആയിരിക്കുന്നത് 60-2 പറയുന്ന പോലെ അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാ. എന്നാൽ നീ എഴുന്നേറ്റ് നിന്റെ പ്രകാശത്തെ കയ്യിലെടുക്കണം. എഴുന്നേൽക്കണം. ആയിരിക്കുന്ന കംഫോർട്ട് സോണിൽ നിന്ന് ദൈവസഭ എഴുന്നേൽക്കണം. കർത്താവിന്റെ കോളിംഗ് മനസ്സിലാക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് നീ എഴുന്നേറ്റ് പ്രകാശിക്കുമ്പോൾ അനേകർ നിന്റെ അടുക്കലേക്ക് വരുമെന്ന് അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയത്തിലേക്കും വരും. ഇന്ന് എന്തുകൊണ്ട് ദൈവസഭയിലേക്ക് ജാതികളായവർ കടന്നു വരുന്നില്ല? പകരം ദൈവസഭയിൽ നിന്ന് ആൾക്കാർ ജാതികളിലേക്ക് പോവുക. ഇന്ന് തലമുറകൾ വേറെ ജാതികളുള്ളവരിലേക്ക് വിവാഹം കഴിച്ചു പോകുന്നു. ഞാൻ അമേരിക്കയെ കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ പറയുന്നത് ദൈവമക്കളെ. ദൈവകൃപ നഷ്ടപ്പെട്ടവരായി തലമുറകൾ മാറിപ്പോവുക. കാരണം എന്താ? വീട്ടിൽ എഴുന്നേറ്റ് പ്രകാശിക്കുന്നില്ലെന്ന്. മാതാപിതാക്കൾ എഴുന്നേറ്റ് പ്രകാശിക്കുന്നില്ല. ദേ ആർ എൻഗേജ്ഡ്. ജോലിയിൽ എൻഗേജ്ഡ്. രാത്രി പ്രാർത്ഥിക്കാൻ സമയമില്ല, പകലില്ല, കുടുംബ പ്രാർത്ഥനയില്ല. വീടുകളിൽ പ്രകാശം കെട്ടുപോയി. ഇപ്പൊ ജാതിയുടെ വീട് നിങ്ങളുടെ വീട് ഒരുപോലെ. പണ്ടൊക്കെ വീട്ടിൽ 7 മണിയാകുമ്പോ, ഞങ്ങളുടെയൊക്കെ നാട്ടില് 7 മണിയാകുമ്പോ ലൈറ്റ് ഇട്ട് എല്ലാവരും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും. കുടുംബ പ്രാർത്ഥന മിസ് ചെയ്യിപ്പിക്കത്തില്ല പപ്പായും മമ്മിയും. ഇന്ന് നാട്ടിലൊക്കെ പോകുമ്പോഴും ഞാൻ കാണുന്ന വീടുകളുടെ വാതിക്കടെ പോകുമ്പോൾ ലൈറ്റ് പോലും ഇല്ല. എന്തുവാ? TV-യിൽ സീരിയൽ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ലൈറ്റ് ഇടുന്ന കാര്യമൊക്കെ മറന്നുപോയി. അപ്പൊ വീട്ടിലും ലൈറ്റ് ഇല്ല, അകത്തും ലൈറ്റ് ഇല്ല. ഇന്ന് പെന്തുക്കോസുകാരുടെ ഇടയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അകത്ത് വെളിച്ചമില്ല, വെളിച്ചം നഷ്ടപ്പെട്ടു പോയി, പ്രകാശമൊക്കെ കെട്ടുപോയി. അപ്പൊ എഴുന്നേറ്റ് പ്രകാശിക്കാത്തവരുടെ വീട്ടിൽ എന്ത് കയറും? അന്ധകാരം കയറും. പക്ഷെ ദൗത്യം ആരെ ഏൽപ്പിക്കുന്നറിയോ? പാസ്റ്റർ ആന്റി പ്രാർത്ഥിക്കണം കേട്ടോ. പാസ്റ്ററും പാസ്റ്റർ ആന്റി രാത്രി മൊത്തം ഇരുന്ന് സഭയ്ക്ക് വേണ്ടി കരയുക, വിശ്വാസികൾക്ക് വേണ്ടി കരയുക. പക്ഷെ അവര് റെഡിയല്ലേ എഴുന്നേക്കാൻ. പാസ്റ്റർ നമ്മൾ കുഞ്ഞു പിള്ളേരെ എഴുന്നേ, മോനെ എഴുന്നേക്കടാ, ഡ്രസ് ഇടടാ, സ്കൂളിൽ പോകണോടാ, പല്ല് തേക്കണോടാ എന്ന് പറയുന്നത് പാസ്റ്ററിന്റെ ആന്റിയുടെയും ചുമതലയാ. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഫോൺ വിളിച്ച്, സിസ്റ്റർ മീറ്റിങ്ങിന് വരണേ, ഇന്ന് എന്താ വരാത്തത്? ദൈവസഭയെ ഉണരണേ, കർത്താവ് വരാറായി. ഉണരണം. നെക്സ്റ്റ്, പ്രാർത്ഥിക്കണം, ശക്തിപ്പെടണം. എഫേസ്യർ 6:10. ഹല്ലേലൂയ. എഫേസ്യർ 6:10 ഇങ്ങനെ പറയുന്നു. എന്തോ പറയുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചനമല്ലേ? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിനോട് എതിർത്ത് നിൽക്കണം, എഴുന്നേൽക്കണം, പ്രകാശിക്കണം. നെക്സ്റ്റ്, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. ശക്തി ഏറ്റെടുത്തോണം. ദൈവസഭ നഷ്ടമായി പോവല്ലേ. ശക്തി ഏറ്റെടുത്തോണം. ഈ സഭയ്ക്ക്, മണവാട്ടി സഭയെ ഒരുക്കാനാ പരിശുദ്ധാത്മാവിനെ നൽകി തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആരാന്നറിയാമോ? മണവാളന്റെ മനസ്സറിയാവുന്ന ആളാ പരിശുദ്ധാത്മാവ്. മണവാളനെ അറിയാവുന്ന പരിശുദ്ധാത്മാവിനെ നമുക്കാക്കി വെച്ചേക്കുവോ? ഈ ലോകത്തിൽ ഒരു ഭാര്യമാർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടത്തില്ല. ചെറുക്കന്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ കൂടെ എപ്പോഴും നടക്കുവോ? പറഞ്ഞു തരാൻ. അവന്റെ സ്വഭാവം ഇതാട്ടോ, നീ ആ ചെയ്യുന്ന ഇഷ്ടമല്ലോ, ആ ഫുഡ് അത് ഉണ്ടാക്കല്ലോ, അവന്റെ ഇഷ്ടം, ഇങ്ങനെ പറഞ്ഞു. പക്ഷെ കർത്താവിന്റെ പറഞ്ഞു, കർത്താവ് വന്നിട്ട് പറയാ, എന്റെ ബ്രൈഡിനെ ഒരുക്കാം. പരിശുദ്ധാത്മാവിനോട് പറയാം, പൊക്കോ, യു ഹാവ് ടു ബി വിത്ത് ഹർ ഓൾ ദ ടൈം. രാത്രിയിലും പകലും എല്ലാം പുള്ളി കൂടെ ഉണ്ടെന്ന് കാര്യസ്ഥൻ. ഡ്രസ് ഇടുമ്പോ പറയും, അതിടണ്ട കേട്ടോ, മാന്യമല്ല. ഇത് ചെയ്യുമ്പോ പറയാം, അങ്ങോട്ട് പോകല്ലോ കേട്ടോ, മാന്യമല്ല, അത് കർത്താവിന് ഇഷ്ടമല്ല. ചിലർ പരിശുദ്ധാത്മാവ് എനിക്കറിയാം എന്ന് പറയാനല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കണോന്ന്. He is our helper, he is our guide, he is our comforter. പരിശുദ്ധാത്മാവിനെ അനുസരിക്കാത്ത ഒരു സഭയാണ് ഇന്ന് കാണുന്നത്. പകരം വ്യർത്ഥ ബുദ്ധി തലയേക്കേറി സഭകളിൽ ഇന്ന് ഭരിക്കുന്നത് വ്യർത്ഥ ബുദ്ധിയാ. പരിശുദ്ധാത്മാവിലേക്ക് മടങ്ങി വരണം ദൈവസഭ. ദൈവസഭ മടങ്ങി വരണം. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന, പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കണം. UK-ല് എഴുന്നേറ്റാളെ ഗുണം എന്നറിയോ? വ്യർത്ഥ ബുദ്ധികളും അന്ധകാരത്തിലായിരിക്കുന്ന ഒരു ജനറേഷൻ UK-ന്ന് മാറും. ചർച്ചുകൾ പൂട്ടുവല്ലേ? അമേരിക്കയിലും UK-ലും എന്തോരം ചർച്ചസ് ഒരു മാസം പൂട്ടിക്കെട്ടുന്നത്. കാരണം എന്താ? അന്ധകാരമാണ്, പ്രകാശമൊക്കെ നഷ്ടപ്പെട്ടു, എഴുന്നേൽക്കുന്നില്ല, ചടഞ്ഞുകൂടിയിരിക്കുക. എഴുന്നേറ്റേ പറ്റൂ ദൈവമക്കളെ. നെക്സ്റ്റ്, ഏകാഗ്രതയോടും നിർമ്മലതയോടും കൂടെ എഴുന്നേൽക്കണം. ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുക. 2 കൊരിന്ത്യർ 11:2-3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. പൗലോസ് പറയുന്ന ഒരു പേടിപ്പിക്കുന്ന ഒരു വാക്യം. എനിക്ക് പേടിയാ വാക്യം വായിക്കുമ്പോ. പൗലോസ് പറയുക, എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ
ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താ? ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പലരും വിവാഹ നിശ്ചയം കഴിഞ്ഞാന്ന് മറന്നുപോയി. വിവാഹ നിശ്ചയം കഴിഞ്ഞ് പെണ്ണുങ്ങളോട് പീട്ടി അമ്മമാരെ, എന്റെ മമ്മി പറയായിരുന്നു കേട്ടോ, ചെറുക്കം കണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ, ഇങ്ങനെയൊന്നും നടന്നാ പോരാ കേട്ടോ, ഓർക്കണം കല്യാണം ഉറപ്പിച്ച പെണ്ണ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് പലപ്പോഴും ഓർമ്മയുണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ, ഞാൻ ചില സമയത്ത് കുക്ക് ചെയ്തോണ്ടിരിക്കും, ഹോളി സ്പിരിറ്റ് ഇങ്ങനെ പറയും, ബി അവെയർ യുവർ ബ്രൈഡ് ഗ്രൂം ഇസ് വാച്ചിങ്. ബ്രൈഡ് ഗ്രൂം കാണുന്നുണ്ട് കേട്ടോ. സോ ഐ വിൽ ബി ലൈക്ക്, ഓക്കെ, എന്റെ തോട്ട്സ് ഞാൻ സൂക്ഷിക്കണം, തോട്ട്സ് സൂക്ഷിക്കണം, വാക്ക് സൂക്ഷിക്കണം, പ്രവൃത്തി സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, വിവാഹ നിശ്ചയം കഴിഞ്ഞ പെണ്ണാണേ, വിവാഹ നിശ്ചയം കഴിഞ്ഞ ആളാണേ. ഇന്ന് നിങ്ങൾ തന്നെ പറയണം, എന്റെ വിവാഹ നിശ്ചയം കർത്താവുമായിട്ട് കഴിഞ്ഞേക്കുക, എന്റെ മണവാളൻ വരാറായി. കന്യകമാരെ, വിളക്കിൽ എണ്ണയുണ്ടോ? പാത്രത്തിൽ എണ്ണയുണ്ടോ? ഇല്ലെങ്കിൽ ശേഖരിക്കേണ്ട സമയമായത്. വീണ്ടും ദൈവാത്മാവ് ഇന്ന് എന്നെ നിങ്ങളുടെ അടിയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മെസ്സേജ് നിങ്ങളോട് കൈമാറുമ്പോൾ പാത്രത്തിലെ എണ്ണയുടെ വലിപ്പം നോക്കിക്കോണം, അളവ്. അതോ വിളക്കി മാത്രമേ ഉള്ളൂ? പണ്ട് പ്രാപിച്ചതില്ലേ, അതേ ഉള്ളോ? പാത്രത്തിൽ ഇല്ലെങ്കിൽ പോകത്തില്ലെന്ന്, സമയം പെട്ടെന്ന് വരുമെന്ന്. ഒരുങ്ങിയവർ പോകും, കൈവിടപ്പെട്ടു പോരും. കർത്താവ് പറയരുത്, സിസ്റ്ററെ സോറി എനിക്ക് അറിയത്തില്ല, ഹു ആർ യു, ഹു ആർ യു? കർത്താവേ ഞാൻ UK-ല, ഞാൻ ഇന്ന മിനിസ്ട്രി ഒക്കെ ചെയ്ത ആളാ. കർത്താവ് പറയും, സോറി ഐ ഡോണ്ട് നോ ഹു യു ആർ. കൈവിടപ്പെട്ടു പോകരുത്, ലജ്ജിച്ച് നിൽക്കരുത് ദൈവവൈതലേ. ഞാൻ വീണ്ടും ഈ ദൂത് പറയുക, ലജ്ജിച്ച് നിൽക്കരുത്. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 Petrus 3:14 പറയുന്നു, കറയും കളങ്കവും ഇല്ലാത്തൊരു സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നേ. കറയും കളങ്കവും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കറ മാറ്റിക്കോണം, കളങ്കം മാറ്റിക്കോണം, എഴുന്നേറ്റോണം, പ്രകാശിച്ചോണം, ശക്തിപ്പെട്ടോണം. കർത്താവിന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ കൃപ ഏറ്റെടുത്തോണം. ഞാൻ എന്റെ ലൈഫിൽ റീസെന്റ് നടന്ന ഒരു ടെസ്റ്റിമണി കൂടെ പറഞ്ഞ് ഞാൻ വൈൻഡപ്പ് ചെയ്യുക, നിർത്തിക്കുക, മെസ്സേജ് നിർത്തിക്കുക. സോറി ഇഫ് ഐ ടേക്ക് 2 more minutes. പെട്ടെന്ന് ഞാൻ വൈൻഡപ്പ് ചെയ്യാം. ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ ശക്തിയെ കുറിച്ച് ഞാനിത് പറയുക. ഇന്ന് ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവർ കുറഞ്ഞിരിക്കുക. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസംഗിക്കുന്നവരെ ആൾക്കാർ കളിയാക്കുക. കാരണം ഞാൻ ആ ഗണത്തിലുള്ള, ഞാൻ ഒത്തിരി കളിയാക്കൽ കേൾക്കുന്നുണ്ട്. ബട്ട് ഐ ഡോണ്ട് കെയർ വാട്ട് അതർ പീപ്പിൾ ജഡ്ജ്. എന്നെ എപ്പോഴും പരിശുദ്ധാത്മാവ്, ഞാൻ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും എവിടെ നിർത്തിയാലും കർത്താവ് എന്നോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. ഇറ്റ് ഇസ് ഗുഡ് ടു ബി ജഡ്ജ് ബൈ പീപ്പിൾ ദാൻ ജഡ്ജ് ബൈ ഗാഡ്. മനുഷ്യർ നിന്നെ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ, ഹല്ലേലൂയ, നമ്മൾ ഓർക്കും അയ്യോ അവരെന്നെ ജഡ്ജ് ചെയ്യും, അവരെന്നെ ഇത് ചെയ്യും. കർത്താവ് പറയാ, അത് നീ കാര്യമാക്കണ്ട, ഞാൻ ജഡ്ജ് ചെയ്യുന്നതിനെ കുറിച്ച് നീ ചിന്തിച്ചാൽ മതി. കേട്ടോ? ഏഞ്ചൽ മോളോട് ദൈവാത്മാവ് ദൂത് പറയുക, ഡോണ്ട് ലുക്ക് അറ്റ് വാട്ട് പീപ്പിൾ സേ, ഡു ദ മിനിസ്ട്രി വാട്ട് ഗോഡ് ഹാവ് ഗിവൻ യു. പീപ്പിൾ വിൽ ജഡ്ജ്. ഇനിയുള്ള കാലത്ത് ജഡ്ജിങ്ങിന് വേണ്ടി ഇരുത്തിയേക്ക് കുറെ പേരെ യൂട്യൂബിലും അവിടെയൊക്കെ കമന്റ് അടിക്കാൻ. ഡോണ്ട് ലുക്ക് അറ്റ് ദോസ് തിങ്, യു ഫിനിഷ് യുവർ റേസ്. നമ്മൾ കർത്താവിന്റെ മുമ്പിൽ പറയണം, ചെല്ലുമ്പോ പറയണം, കർത്താവ് പറയണം, നല്ലവളും വിശ്വസ്തയുമായ ദാസിയെ, ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞു നീ പറഞ്ഞു, ഞാൻ ചെയ്യാൻ പറഞ്ഞു നീ ചെയ്തു. ദാറ്റ്സ് ഓൾ മാറ്റേർഡ്. മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്നവരെ ഒരു മണവാട്ടിയും കർത്താവിന് വേണ്ട. കർത്താവിനെ പ്ലീസ് ചെയ്യണമെന്ന്, കർത്താവിനെ പ്ലീസ് ചെയ്യുന്നവരായി ജീവിക്കാനാ നമ്മളെ ഇവിടെ ആക്കി വെച്ചേക്കുന്നത്. നിങ്ങളെ UK-ലാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ ഇഷ്ടം ചെയ്യാനാ. എന്നാൽ ഇന്ന് മണവാട്ടി ആരാ, അല്ലാത്തവരാരാന്ന് അറിയത്തില്ല, എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. മനസ്സിലായോ? വിളക്കിൽ എണ്ണയുണ്ടോ? പാത്രത്തിൽ എണ്ണയുണ്ടോ? എന്നും രാവിലെ ആത്മാവി പ്രാർത്ഥിച്ചോണം, എപ്പോഴും ആത്മാവി പ്രാർത്ഥിച്ചോണം. ഇങ്ങനെയാ വിളക്കിൽ എണ്ണ നിറയ്ക്കുന്നത്. ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവർക്കറിയാം അതിന്റെ വില എന്താന്ന്. എന്റെ ജീവിതത്തിൽ നടന്ന ഒരു റീസെന്റ് ടെസ്റ്റിമണി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. 2023 ഡിസംബർ മാസം 5-ാം തീയതി. ആരെങ്കിലും ഒക്കെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്, എന്നാൽ ഒന്നുകൂടെ ഞാൻ പറയും, റിപ്പീറ്റ് ചെയ്യുന്നൊന്നും തോന്നല്ലേ. കാരണം ഇത് എനിക്ക് എല്ലാവരുടെ ഇടയ്ക്ക് ഞാൻ ഈ ടെസ്റ്റിമണി പറയും, ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദ പവർഫുൾ ടെസ്റ്റിമണി ദാറ്റ് ഹാപ്പൻ ഇൻ മൈ ലൈഫ് ആൻഡ് ഇൻ മൈ ഫാമിലീസ് ലൈഫ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആത്മാവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ, പരിശുദ്ധാത്മാവിന്റെ വില മനസ്സിലാക്കിയ ഒരു ദിവസമാണ്. ഓരോ ദിവസം നമ്മൾ പല രീതിയിലാണല്ലോ പരിശുദ്ധാത്മാവിന്റെ ബലത്തെ മനസ്സിലാക്കുന്നത്. എന്റെ ലൈഫിൽ നടന്നൊരു ടെസ്റ്റിമണി പറയാം. ഡിസംബർ മാസം 5-ാം തീയതി 2023 ഞങ്ങളുടെ ചർച്ചില് പുതിയതായിട്ട് ഒരു ഫാമിലി 3 വർഷം മുമ്പ് വന്നു. അവര് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു കുടുംബം.
ദൈവത്തിന്റെ വലിയ കൃപയാൽ ആ 4 പേരോടും, അപ്പൻ, അമ്മ, 2 കുഞ്ഞുങ്ങൾ, ഒരു മോക്ക് 18 വയസ്സ്, മോൻ അന്ന് 13 വയസ്സ്. ഈ കുഞ്ഞുങ്ങൾ 4 പേരും എന്റെ ഭവനത്തിൽ വന്നു. ദൈവകൃപയാൽ അവർ 4 പേരോട് വചനം പറയാൻ അവർ 4 പേര് രക്ഷിക്കപ്പെടാൻ തീരുമാനമെടുത്തു. അങ്ങനെ 4 പേര് രക്ഷിക്കപ്പെട്ടു, ഒരു 4 പേര് സ്നാനപ്പെട്ടു. അതിലെ മൂത്ത മോള് ഹല്ലേലൂയ, അവള് ദൈവകൃപ 2 കുഞ്ഞുങ്ങൾക്കും ഞാൻ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സൺഡേ സ്കൂളിൽ അറിയാലോ, കുറെ ക്ലാസ്സുകൾ പോയി അവർക്ക് ബിഗിനിങ് തൊട്ട് വേണം. വീട്ടിൽ വിളിക്കും, ഞാൻ വീട്ടിൽ ഇരുന്ന് വചനം പറഞ്ഞു. അങ്ങനെ 2-3 വർഷം കടന്ന് ഒരു സ്നാനപ്പെട്ടു. ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ മോൾ ഒരു ദിവസം എന്നോട് 2023 ഡിസംബർ മാസം 5-ാം തീയതി രാവിലെ എന്നെ വിളിച്ചു, ചേച്ചി എനിക്ക് അഭിഷേകം വേണം ചേച്ചി, എനിക്ക് ഇങ്ങനെ നിന്നാ പറയുന്നത്, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം ചേച്ചി, എപ്പോഴും ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കൊതിയാവുക, ഐ നീഡ് ഇറ്റ്. ഞാൻ പറഞ്ഞു, മോളെ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് തരും, നീ അതുകൊണ്ട് ആഗ്രഹിച്ചു. ചേച്ചി ഞാൻ ഫാസ്റ്റിംഗ് വരാൻ പറഞ്ഞു. എന്റെ വീട്ടിൽ വന്നു. 5-ാം തീയതി രാവിലെ മോള് വീട്ടിൽ വന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പല കാര്യങ്ങൾ ക്ലീൻ ചെയ്യാൻ, ദൈവാത്മാവിന്റെ സന്നിധി ആദ്യം ചെയ്യുന്ന കർത്താവ് ചെയ്യുന്ന ക്ലീനപ്പ് ആകട്ടോ, ക്ലീൻ ചെയ്യിപ്പിക്കും നമ്മളെ കൊണ്ട്. ഹല്ലേലൂയ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഹല്ലേലൂയ. 6-ാം തീയതി രാവിലെയായി. എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി, കുഞ്ഞുങ്ങൾ എന്റെ സ്കൂളിൽ വിട്ട് ഞങ്ങൾ വീണ്ടും 6-ാം തീയതി രാവിലെ തൊട്ടിരുന്നു. വൈകുന്നേരം രാവിലെ ഇരുന്ന ഞങ്ങള് പ്രാർത്ഥിച്ചു, വചനം പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വളരെ ആത്മാവിന്റെ സന്തോഷത്തിൽ വരും. 4:30 ആയപ്പോ ഈ കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. ഞാൻ നോക്കിയപ്പോ, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചു, ഞാൻ നോക്കിയപ്പോ ഈ കുഞ്ഞ് അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ ഭയങ്കര പവർ അന്യഭാഷ പറയും. എനിക്ക് വളരെ സന്തോഷം. ഹല്ലേലൂയ. ഒരു മുറിയിൽ 2 പേര് അന്യഭാഷയെ പ്രാർത്ഥിച്ച് ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചാൽ ഗുണം എന്താ? അവിടെ ആത്മാവ് അങ്ങ് ഏറ്റെടുക്കുക, ദൂതല്ലേ. സോ ഇറ്റ് വാസ് ലൈക്ക് എ വെരി ഗുഡ് ഡേ ഇൻ മൈ ലൈഫ്. ഹല്ലേലൂയ. 6-ാം തീയതി. എന്നാൽ ഈ ആത്മാവിന്റെ ശക്തിയൊക്കെ ആരാധിച്ച് പ്രാർത്ഥിച്ച് വൈകുന്നേരം എന്റെ ഹസ്ബൻഡ് ജോലിയിൽ നിന്ന് വന്നു. അപ്പൊ ഞാൻ ഈ മോളോട് മോക്കിന്ന് വീട്ടിൽ പോണോ? അപ്പൊ മോള് പറഞ്ഞില്ലേ, ഞാൻ ഇന്നും കൂടെ നിന്നോട്ടെ പ്ലീസ്, ഞാൻ ചേച്ചിയോട് വൈകിട്ടും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ പറഞ്ഞു, എനിക്ക് സന്തോഷം, കൂടെ പ്രാർത്ഥിക്കാൻ ഒരാളെ കിട്ടിയ പിന്നെ സന്തോഷമില്ലായിരിക്കും. അതിനെന്താ, അച്ഛൻ കിടന്നുറങ്ങട്ടെ, പിള്ളേരെ ഉറക്കിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, വളരെ സന്തോഷം. ഇങ്ങനെ ഇരിക്കുക. വൈകുന്നേരമായി. ഞാൻ ഡിന്നറൊക്കെ എല്ലാവർക്കും കൊടുത്തു. പിള്ളേരെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് വന്നു. എവറിത്തിങ് ഇസ് ഗോയിങ് ഗുഡ്. പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യം, രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പ്രെയർ റൂമിൽ കയറി. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഈ മോളോട് പറഞ്ഞു, മോള് പ്രാർത്ഥിക്കും, ചേച്ചിക്ക് വേണ്ടി അച്ഛന് വേണ്ടിയൊക്കെ മോള് പ്രാർത്ഥിക്കും. സോ ഷീ സ്റ്റാർട്ടഡ് പ്രേയിങ്. അഭിഷേകം കിട്ടിയതേ ഉള്ളെന്ന് ഓർക്കണേ. ഓക്കെ, പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങി. മലയാളത്തിൽ പ്രാർത്ഥന തുടങ്ങി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എന്റെ പപ്പയ്ക്കും മമ്മിക്കും സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് നമ്മൾ പീറ്റർ ചാൻ വേണ്ടി പ്രാർത്ഥിച്ചു, എന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ വന്ന് പെട്ടെന്ന്, എന്റെ ഹസ്ബൻഡ് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കത്തുള്ളൂ. സോ അവള് മലയാളത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു വന്നിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷിൽ ഷീ സ്റ്റാർട്ടഡ് പ്രൊഫസൈസിങ് ടു മൈ ഹസ്ബൻഡ്. ഇങ്ങനെ പറഞ്ഞ്, പീറ്റർ ചാച്ച, പരിശുദ്ധാത്മാവ് ഇങ്ങനെ എന്നോട് കാര്യം പറയാൻ പറയുന്നു. ദൈവത്തിന് പീറ്റർ ചാച്ചന് അനേകരുടെ നടുവിൽ നിർത്താൻ പ്ലാനുണ്ട്. You are going to stand in front of hundreds of people. ദൈവാത്മാവിനെ ഇങ്ങനെ കാണിക്കും. നീല ഷർട്ട് ഇട്ട് you are going to stand in front of hundreds of people to share what God have done in your life. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, കർത്താവ് ഒരുമിച്ച് കുടുംബമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം, പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അന്നും ഞാൻ രാവിലെ പ്രാർത്ഥിച്ചു, കർത്താവ് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അതെന്നാ വെളിപ്പെടണേ. അപ്പോൾ ഈ മോള് ദൂത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം, കാരണം ഇപ്പൊ പ്രാപിച്ച ഒരു കുഞ്ഞ് ആ ദൂത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ. അപ്പൊ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു, സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പുള്ളി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് ദൂതിന് മുമ്പിൽ എന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ എഴുന്നേറ്റു. ഞാൻ പെട്ടെന്ന് പ്രെയർ റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ കിച്ചന്റെ അവിടെ വന്നു. ഞാൻ കിച്ചന്റെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് എന്റെ ഹസ്ബൻഡ് ലിവിംഗ് റൂമിന്റെ സോഫയുടെ അടുത്ത് നിൽക്കുക, 2 സോഫാസിന്റെ നടുക്ക്. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ എന്റെ ഹസ്ബൻഡ് കൈ ഇരുന്ന ഫോൺ എടുത്ത് നിലത്തോട്ട് എറിയും. അപ്പൊ ഞാൻ ഓർത്ത് പുതിയ ഫോണാ, സോ അത് എറിഞ്ഞാൽ പൊട്ടത്തില്ലേ, സ്ക്രീനൊക്കെ പൊട്ടിപ്പോകത്തില്ലേ. ഞാൻ ഓർത്ത് എന്തു എന്റെ ഹസ്ബൻഡ് കാണും. ഞാൻ വീണ്ടും ഇങ്ങനെ നോക്കിയത് എന്തു ഈ കാണിക്കുന്നത്. അപ്പൊ പുള്ളി കുനിഞ്ഞിരുന്നിട്ട് ഇത് എടുക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട് എടുക്കാൻ, പക്ഷെ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ കുഞ്ഞുങ്ങൾ അടുത്ത് നിൽക്കുന്നുണ്ട്. ഐ വാസ് തിങ്കിങ്, എന്റെ അച്ഛൻ ഇച്ചിരി ഫണ്ണി തിങ്സ് ഒക്കെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഐ തോട്ട് ഹീസ് ജസ്റ്റ് മേക്ക് കളിക്കുവാന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ നിന്നു. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് കളിക്കുവല്ല, ഹീസ് റിയലി ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്, എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛാ അറിയോ? ഓക്കെ. അപ്പൊ പുള്ളി ഇങ്ങനെ എഴുന്നേറ്റപ്പോ ഇങ്ങനെ ചെരിഞ്ഞാ നിൽക്കുന്നത്. അപ്പം പെട്ടെന്ന് നോക്കിയപ്പോ പറയാം, ഐ ഡോണ്ട് ലുക്ക് ഓക്കെ. ഞാൻ പറഞ്ഞു, നോ യു ഡോണ്ട് ലുക്ക് ഓക്കെ. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടേക്ക് ഇങ്ങനെ ഞരമ്പ് പിടച്ചു. ഞാൻ നോക്കുമ്പോൾ ഈ മുഖം ഒരു വശത്തോട്ട് ഇങ്ങനെ കോടിപ്പോയി. ഞാൻ നോക്കുമ്പോൾ ഡ്രൂളിങ് ഇങ്ങനെ വരുന്നുണ്ട്, ഡ്രൂൾ ചെയ്യുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ ചെരിഞ്ഞ് പോവാ. ഞാൻ നോക്കുമ്പോൾ ഈ കൈക്ക് അനക്കമില്ല, ഇങ്ങനെ കിടക്കുന്നു. കാല് ആസ് എ നേഴ്സ് നമുക്കറിയാവുന്ന, പെട്ടെന്ന് നമുക്കറിയാം ദിസ് ഇസ് എ സിംപ്റ്റം ഓഫ് സ്ട്രോക്ക്. മക്കളെ, ഐ എം 35 years old. എനിക്ക് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. ഭാര്യമാരായവർക്കറിയാം, പെട്ടെന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ഭർത്താവിന് എന്തെങ്കിലും ഉണ്ടാവുന്ന കണ്ട്, അത് രാത്രി 10:30 മണി സമയം, പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന നെർവസ്നെസ്സാ. ഐ വിൽ നോട്ട് സേ നമ്മൾ എത്ര സ്പിരിച്വൽ ആണെങ്കിലും ആദ്യം നമ്മുടെ ഉള്ളിൽ ടെൻഷൻ വരും അല്ലെ, നമ്മൾ ഹ്യൂമൻസാ. ഐ ഗോട്ട് റിയലി നെർവസ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ ഒട്ടൊന്ന് പെട്ടെന്ന് പാത്രത്തോട്ട് ഓടിപ്പോയി അച്ഛനെ പിടിച്ചിട്ട്, എനിക്ക് അച്ഛനെ ഹോൾഡ് ചെയ്യാനുള്ള ബലമില്ല, പെട്ടെന്ന് വലിച്ചു. അപ്പം വലിച്ച് കാല് നിരക്കിക്കൊണ്ടാ വരുന്നത്. ഇടത്തെ കാലം നിരക്കി ഡൈനിങ് ടേബിളിന്റെ ചെയറെ കൊണ്ടിരുത്തി. ചെയറെ ഇരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചെരിഞ്ഞായിരിക്കുന്നത്. സോ ഐ ക്യാൻ നോട്ട് ഹോൾഡ് ഹിം. എനിക്ക് ഒരു കൈ കൊണ്ട് അച്ഛനെ നേരെ പിടിക്കാൻ പറ്റുന്നില്ല. പെട്ടെന്ന് ഈ മോള് വന്നിട്ട് ചോദിച്ചു, ചേച്ചി ക്യാൻ ഐ കോൾ 911? ഞാൻ പറഞ്ഞു, യെസ് കോൾ 911.
നമുക്കറിയാലോ വിത്തിൻ 8 to 9 minutes സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റ് എവിടെ എത്തിച്ചിരിക്കണം? ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കണം. സോ ഐ വാസ് ലൈക്ക് ഓക്കെ മോളെ പെട്ടെന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു മോളെ വിളിക്കും, 911 വിളിക്കാം. അപ്പൊ ആ മോളെ ദൈവത്തിന്റെ ഒന്ന് പദ്ധതി ഓർത്ത് ദൈവമക്കളെ, ഞാൻ ഒറ്റയ്ക്കല്ല. ആ മോളെ ദൈവം തക്ക സമയത്ത് കൊണ്ട്, നിങ്ങളൊന്ന് ഓർക്കണം ദൈവം നമ്മളെ സ്നേഹിക്കുന്ന സ്നേഹം എന്തോന്ന്. 2 കുഞ്ഞുമക്കൾ, അവർക്ക് ഫോൺ എടുക്കാൻ പോലും അറിയാത്തൊരു പിള്ളേർ എനിക്കുള്ളത്. രാത്രി 10 മണിയും എന്റെ നെയ്ബേഴ്സ് ഒക്കെ ഉറങ്ങി. ആൻഡ് ഐ വാസ് ലൈക്ക് ഓക്കെ എന്തോ ചെയ്യണം. പെട്ടെന്ന് ഈ മോള് പറഞ്ഞു ചേച്ചി ഈ മോള് 911 വിളിക്കുക. ഐ വാസ് ലൈക്ക് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്ന് ആദ്യം ഞാൻ വിളിക്കുന്നത് എന്താണെന്ന് അറിയോ? ഐ കോൾ മൈ മോം ബിക്കോസ് ഷീസ് എ പ്രയർ വാരിയർ. പെട്ടെന്ന് ഞാൻ എന്റെ ഫോൺ എടുത്തു. എന്റെ ഫോണിൽ ഇന്നും എവിഡൻസ് കിടപ്പുണ്ട് കേട്ടോ. വാട്സപ്പിൽ കൂടെ വിളിക്കുന്നത്. ഐ കോൾ ഹർ ഓൾമോസ്റ്റ് 6 times. കോള് പോകുന്നില്ല, ഡയൽ ചെയ്യുന്ന പോലും ഇല്ല. ഡയലിംഗ് കാണിക്കും കട്ടാവും, ഡയലിംഗ് കാണി കട്ടാവും. പിന്നെ 6 times ഐ കോൾ, ഇറ്റ് ഇസ് നോട്ട് ഗെറ്റിംഗ് കണക്റ്റഡ്. പെട്ടെന്ന് ഞാൻ ഫോൺ നോക്കുമ്പോൾ നോ നെറ്റ്വർക്ക് കണക്ഷൻ. എനിക്ക് പെട്ടെന്ന് അതും കൂടെ കണ്ടപ്പോൾ ആദ്യം ദൈവം ആരും ഇല്ല, എന്തോ ചെയ്യണം, എന്റെ കൈയൊക്കെ വിറയ്ക്കുക. പെട്ടെന്ന് ഈ മോൾ ഓടി വന്നിട്ട് പറയാ ചേച്ചി ഐ എം ട്രൈങ് ടു കോൾ 911, ഇത് കണക്ട് ആവുന്നില്ല. എനിക്കപ്പോൾ അത്ഭുതം, ബിക്കോസ് 911 കണക്ട് ആവാതിരിക്കത്തില്ല. എത്ര നെറ്റ്വർക്ക് ഇല്ലെങ്കിലും 911 ഡയൽ ചെയ്യും. പക്ഷെ അവള് പറയും ചേച്ചി നോക്ക് ഡയലിംഗ് എന്നുണ്ട്, നോ റെസ്പോൺസ്, ഒന്നും കേൾക്കത്തില്ല. എനിക്ക് അപ്പൊ കുറച്ചും കൂടെ. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ ഹസ്ബൻഡിന്റെ ഫോൺ എടുത്തു. 3 ഫോൺ ഉണ്ട് വീട്ടില്. ഹസ്ബൻഡിന്റെ ഫോൺ എടുത്ത് സ്ക്രീൻ ഓൺ ആക്കിയപ്പോഴേ എഴുതിയേക്ക നോ നെറ്റ്വർക്ക് കണക്ഷൻ. ഐ വാസ് ലൈക്ക് ഗാഡ് ഐ എം ഡൺ. എന്തോ ചെയ്യേണ്ട കർത്താവ്, എന്റെ അച്ഛൻ, എന്തുമേ എന്റെ ലൈഫ്, ഓൾ ദീസ് തോട്ട്സ് ആർ കമ്മിങ്. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ചു, കൈ കൊണ്ട് കർത്താവേ ഈ സമയത്ത് ഞാൻ ആരെ വിളിക്കും? ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു ലോർഡ്, എന്നെ ഹെൽപ്പ് ചെയ്യണം അപ്പ, പ്ലീസ് കം ടു ഹെൽപ്പ് മീ. ഇങ്ങനെ ഞാൻ പറയുന്നേ. പെട്ടെന്ന് ഞാനൊരു ദൈവശബ്ദം എന്റെ കാതി കേൾക്കുക, കോൾ അപ്പോൺ മീ ഐ വിൽ ആൻസർ യു. ഞാൻ പറയും ചില സമയത്ത് ദൈവശബ്ദം ഭയങ്കര ഒരു ശക്തിയാണ്. ഇത് ചെവിക്കകത്തോടെ കയറിയിട്ട് എന്റെ ശരീരത്തിനകത്തോടെ ഭയങ്കര പവറിൽ ഇത് വ്യാപരിച്ചു. ഇത് ഞാൻ കേൾക്കുന്നു എന്നുള്ള കാര്യം വേറെ ആർക്കും അറിയത്തില്ല. പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് എന്നോട് പറയാ നോ 911 യു പ്രേ ഫോർ മീ. ആ പേഷ്യന്റും പറഞ്ഞു, ക്രിയേറ്ററും പറഞ്ഞു പ്രാർത്ഥിക്കാൻ. പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ബട്ട് ആ ദൈവ ശബ്ദം കേട്ടപ്പം എനിക്ക് ആത്മാവിന്റെ ശക്തി ഞാൻ വീണ്ടും എടുത്തു. ഞാൻ ചെയ്ത് എന്താണെന്നറിയാമോ? ഞാൻ ഈ അഭിഷേകം പ്രാപിച്ച മോളോട് കം ലെറ്റ്സ് പ്രേ. കൈ രണ്ടും കൂടെ കോർത്ത് പിടിച്ചു. അച്ഛൻ്റെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചു. ഞാൻ എന്റെ മൂത്ത കുഞ്ഞിന് 5 വയസ്സ്, അവളോട് പറഞ്ഞു, അവളുടെ മോളുടെ ഞങ്ങൾ ആഡി എന്ന് വിളിക്കും. ഞാൻ ആഡി യു ജസ്റ്റ് പ്രേ ഫോർ ഡാഡാ. ഞാൻ നോക്കിയപ്പോ ആ കുഞ്ഞും പപ്പാടെ കൈ വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇത്രയും പേര് 3 പേര് കൈ കോർത്ത് പിടിച്ചു. ദൈവമക്കളെ പ്രാർത്ഥിക്കണമെന്നുണ്ട്, പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങി. ബട്ട് മലയാളം വരുന്നില്ല, ഇംഗ്ലീഷും വരുന്നില്ല. നത്തിങ് ഇസ് കമ്മിങ്. എന്റെ വായിൽ ബുദ്ധിയിലുണ്ട് മലയാളത്തിൽ പ്രാർത്ഥിക്കണം. എന്തോ അപ്പൊ ഞാൻ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥനയുടെ ശക്തിയാ പറയുന്നത് കേട്ടോ. എന്തോ പ്രാർത്ഥിക്കണ്ടേ? കർത്താവേ ഫോണിൽ നെറ്റ്വർക്ക് വരണേ, പെട്ടെന്ന് 911 വിളിക്കാൻ കൃപ തരണേ, പെട്ടെന്ന് ആംബുലൻസ് ഇവിടെ വരണേ, ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കൃപ തരണേ, ഡോക്ടേഴ്സ് നല്ല രീതിയിൽ പെരുമാറണേ. ഇതാണ് പ്രാർത്ഥിക്കണ്ടേ? ഇതാ പ്രാർത്ഥിക്കേണ്ടത് ഞാനല്ലേ? പക്ഷെ ഇതൊന്നും വരുന്നില്ലെന്ന് ബ്ലോക്ക് ചെയ്ത് പരിശുദ്ധാത്മാവ് ബ്ലോക്ക് ചെയ്ത് പരിശുദ്ധാത്മാ പറയാ നീ ആത്മാവി പ്രാർത്ഥിക്കാൻ. You don't pray what you need to pray. Pray what Holy Spirit wants you to pray. Hallelujah. പെട്ടെന്ന് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പരിശുദ്ധ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങാൻ, ബട്ട് നത്തിങ് ഇസ് വർക്കിംഗ്. പെട്ടെന്ന് അന്യഭാഷയില്ല ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമക്കളെ ഇറ്റ്സ് റിയലി വർക്ക്. ഞാൻ എന്റെ ജീവിതത്തിൽ തുടങ്ങുക, പ്രാർത്ഥന തുടങ്ങി. സ്റ്റാർട്ടഡ് ഇൻ പ്രേയിങ് ഇൻ ടങ്സ്. പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഇഷ്ടം മൊത്തം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന സ്റ്റോപ്പായി തന്നെ. ഐ സെഡ് ഇൻ ജീസസ് നെയിം വി പ്രേ. ഞാൻ കർത്താവേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധാത്മാവ് നമ്മുടെ വീക്ക്നെസ്സിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഐ ഡോണ്ട് നോ വാട്ട് ടു പ്രേ. ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ ഇഷ്ടം പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാ പറയും വേണ്ട, നീ ആത്മാവി പ്രാർത്ഥിക്കും, ദൈവത്തിന്റെ ഇഷ്ടം പ്രാർത്ഥിക്കും. ദൈവമക്കളെ എന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞു ഇന്നും ആ കൊച്ചു ജീവനോടെ ഉണ്ട്. ഇഫ് എനിബഡി കംസ് ടു അമേരിക്ക ഐ വിൽ ഷോ യു ദാറ്റ് ഗേൾ, ഷീ ഈസ് അലൈവ്. ആ ഹിന്ദു കുഞ്ഞ് എന്റെ കൂടെ ഉള്ള മോള്, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചാമയം പറയുകയും ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോ ഇങ്ങനെ ഇരുന്ന ആള് നേരെ ഇരിക്കുന്നു. കോടിയിരുന്ന ഫേസ് നേരെയായി, ഡ്രൂളിംഗ് സ്റ്റോപ്പായി, ആൻഡ് ഹിസ് ഹാൻഡ്സ് ആർ വർക്കിംഗ്. ഞാൻ പെട്ടെന്ന് വാട്ട്? ഞാനിങ്ങനെ നോക്കി, അച്ഛാ അറിയോ? ഓക്കെ, യെസ് ഐ എം ഓക്കെ. സംസാരിക്കുന്നുണ്ട്, നേരത്തെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ലോത്ത് സ്പീച്ച് മാറി, നോർമൽ സ്പീക്ക് വരുന്നു. ഐ അണ്ടർസ്റ്റുഡ്. ഹോളി സ്പിരിറ്റ് വന്നു, തൊട്ടു. അന്നാണ് എനിക്ക് ആ വചനത്തിന്റെ അർത്ഥം അറിയുന്നത്. അന്ന് വരെ എനിക്കിത് വെറും മെമ്മറി വേർഡ്സ് ആയിരുന്നു. കോൾ അപ്പോൺ മീ ഐ വിൽ ആൻസർ യു. ഹല്ലേലൂയ ദൈവമക്കളെ. പക്ഷെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തത് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നീ ശക്തിപ്പെടുമ്പോൾ, നീ അവന്റെ അമിത ബലത്തിൽ ഹല്ലേലൂയ ആശ്രയിക്കുമ്പോൾ നിനക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത ചിലത്, ഹല്ലേലൂയ മനുഷ്യർക്ക് ചെയ്തെടുക്കാൻ പറ്റാത്ത മേഖലകളിൽ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ബിക്കോസ് യു ആർ ദ ചൈൽഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ മണവാട്ടി സഭയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചില മേഖലകളിൽ പ്രവർത്തിക്കും. ബട്ട് യു ഹാവ് ടു ബി ഒബീഡിയന്റ് ടു ദ ഹോളി സ്പിരിറ്റ്. അന്ന് എന്റെ ഹസ്ബൻഡ്
ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെട്ടെന്ന് ഞാൻ മൈൻഡപ്പ് ചെയ്യാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. എപ്പോഴാണെന്നറിയോ? വിടുതൽ കിട്ടിയിട്ട്. അപ്പൊ തന്നെ ഞാൻ ഓർക്കണം, വിടുതൽ കിട്ടി ആമയും പറഞ്ഞിട്ട് ഫോൺ നോക്കിയപ്പോഴത്തേന് എല്ലാ ഫോണിലും നെറ്റ്വർക്കുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു വേണ്ട 911 വിളിക്കണ്ട. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫ്രണ്ടിനെ വിളിച്ചു. അവര് വന്നു. അച്ഛൻ നടന്നു പോയി വണ്ടിയെ കയറി. അപ്പൊ ഇവര് വന്നപ്പോ ചോദിക്കുക, ഹീസ് ഓക്കെ റൈറ്റ്, ബിക്കോസ് ഹി ലുക്സ് ഓക്കെ. ഞാൻ പറഞ്ഞു യാ. ഇനി ആരും അച്ഛന്റെ പേരൻസ് ആർക്കും they should not feel bad that I didn't take him to the hospital. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ, ഒന്ന് ഹോസ്പിറ്റലിൽ കൂടെ ചെക്ക് ചെയ്തേക്കാം. ഹോസ്പിറ്റലിൽ ചെന്നു. ഒന്നോർത്തെ, പേഷ്യന്റ് ഹിംസെൽഫ് ഇസ് ടെല്ലിംഗ് ഓൾ ദിസ്. കാരണം അച്ഛൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാ. സോ എല്ലാവരും അച്ഛൻ അറിയാവുന്ന. സോ ഹീസ് ടെല്ലിംഗ് ഐ ഹാഡ് ദിസ് സിംപ്റ്റം, മൈ വൈഫ് ടോൾഡ് ഇറ്റ്സ് ലൈക്ക് ഐ ഹാഡ് ഡ്രൂളിംഗ്, ഐ ഹാഡ് ഇതൊക്കെ എന്റെ ഫേസ് ഡ്രൂപ്പ് ആയി, ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയാം, ആർ യു ഷുവർ യു ഹാഡ് സ്ട്രോക്ക്? അപ്പം എന്നോട് ചോദിച്ചു, ആർ യു എ നഴ്സ്? ഞാൻ പറഞ്ഞു യെസ്, ഐ വാസ് എ നഴ്സ്. Are you sure it was stroke? All the symptoms showed it was stroke. Okay, let us do the checkup. CT scan എടുത്തു. Everything is normal. Blood report വന്നു. എല്ലാം, ഷുഗർ ഇല്ല, പ്രഷർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, everything is fine. പക്ഷെ ഡോക്ടർ പറഞ്ഞു we have to do the golden rule. MRI എടുത്തു നോക്കാം. ഞങ്ങൾ രാത്രി അവിടെ നിന്നു, MRI എടുത്തു. The next day the neurologist came and he said this. I don't know what to say. I don't know how you're taking. Yes, you had a minor stroke on your right side of your brain. നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല കേട്ടോ. പക്ഷെ ഞാൻ ദൈവത്തിന് സ്തുതി പറഞ്ഞു, കാരണം അത് കേൾക്കേണ്ടതാണ്. ഹല്ലേലൂയ. കാരണം ഞാനിത് പറഞ്ഞത് സ്ട്രോക്ക് ഇല്ലെന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ഇതൊരു സാക്ഷ്യമായി വരത്തില്ല. പക്ഷെ ഡോക്ടർ പറയാ, യെസ് യു ഹാഡ് എ മൈനർ സ്ട്രോക്ക് ഓൺ യുവർ ബ്രെയിൻ, റൈറ്റ് സൈഡ് ഓഫ് യുവർ ബ്രെയിൻ. ബട്ട് മിറക്കിൾ ഇതാ, ബട്ട് വി കനോട്ട് ഫൈൻഡ് ദ ക്ലോട്ട് റൈറ്റ് നൗ. അവിടെ ആ ക്ലോട്ട് ഇല്ല. ദൈവമക്കളെ, അന്ന് വൈകിട്ട് ഞങ്ങൾ രാത്രി എവിടെ ചെല്ലുന്നു, വെളുപ്പിനെ എവിടെ നിന്നു, MRI കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തില്ല. ചെന്ന സമയത്ത് മാത്രമേ അവർ ആസ്പിരിൻ ടാബ്ലറ്റ് കൊടുത്തു. they don't want to know. വേറെ ഒരു ടാബ്ലറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, because they don't know whether after they figure it out. തിരിച്ചു വന്നു. ഡോക്ടറിനോട് പറഞ്ഞു, only if you want to go with the treatment, because ഒന്നുമില്ല, he's fine actually, you don't have any problem. സ്പീച്ച് തെറാപ്പിസ്റ്റ് വന്നു, എല്ലാം ചെക്ക് ചെയ്തു, he's fine, he's കഴിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. so we went back. വീട്ടിൽ വന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ചർച്ചിൽ പോയി. സൺഡേ ഞാൻ ഇതൊന്നും മനസ്സിൽ വിചാരിക്കുന്നില്ല. ഈ മോള് പറഞ്ഞ പ്രവചനത്തിനകത്ത് ഇതൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ടല്ല എന്റെ ഹസ്ബൻഡ് ഷർട്ട് ഇടുന്നത്. ഞാൻ നോക്കിയപ്പോ ഞായറാഴ്ച അച്ഛൻ ബ്ലൂ ഷർട്ട് ഇട്ടുണ്ടോ ചർച്ചിൽ വന്നത്. ഞാനത് മറന്നുപോയി കേട്ടോ. സോ പാസ്റ്റർ ചർച്ചിൽ ചെന്നപ്പോ പറയാം, പീറ്റർ ഐ വാണ്ട് യു ടു ഷെയർ ദ ടെസ്റ്റിമണി. അച്ഛൻ ടെസ്റ്റിമണി പറയാൻ സ്റ്റേജിലോട്ട് കയറി. അച്ഛൻ ഈ പാട്ടാ പാടി, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ് ഓ ലോർഡ് മൈ ഫാദർ. ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ണുനീരോടുകൂടെ ദൈവത്തെ സ്തുതിച്ചു. കാരണം ബുധനാഴ്ച രാത്രിയിൽ ഈ സംഭവം നടന്നു. വേണമെങ്കിൽ ആ ശനിയാഴ്ച എന്റെ ജീവിതം മാറി മറിയേണ്ടതാണ്. എന്നാൽ കർത്താവ് ആയുസ് തന്നു. ഭർത്താവോടും കുഞ്ഞുങ്ങളോടും കൂടെ ചർച്ച വരാൻ കർത്താവ് കൃപ തന്നു. എത്ര ദൈവത്തെ സ്തുതിക്കണം അല്ലേ. ആയുസ് നീർക്കമാക്കി തന്നു. ഗ്രേറ്റ് ഈസ് ഹിസ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിന്റെ ഫെയ്ത്ത്ഫുൾനെസ് വളരെ വലുതാ. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിച്ചു, അന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ ടെസ്റ്റിമണി പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഈ സാൻഡ്ര എന്നെ അവിടെ അപ്പുറത്തെ സൈഡിൽ അവൾ ഇരിക്കുന്നത്. അവൾ എന്നെ നോക്കിയിട്ട് ഈ മോൾ എന്നോട് ചോദിക്കുക, യു റിമെമ്പർ ഷർട്ട്, ഇങ്ങനെ കാണിച്ചു. ഞാനപ്പോൾ കർത്താവേ, ഐ കനോട്ട് ഈവൻ ഇമാജിൻ. He was wearing a blue shirt and he's telling his testimony. ഞങ്ങളുടെ ചർച്ചിൽ അന്ന് 150 പേരുണ്ട്. ദൈവം പറഞ്ഞ നിന്നെ 100 പേരുടെ നടു നിർത്തുന്നു. നിർത്തി കേട്ടോ. ഇതാ നമ്മള് ഒരു ടെസ്റ്റ് ഉണ്ടല്ലേ ടെസ്റ്റിമണി ഉള്ളു കേട്ടോ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ പറയുന്നത് 911 വിളിച്ചില്ലേലും ആദ്യം 33 വിളിച്ചോണം കേട്ടോ. 333. ജെറമിയ 33:3. Call upon me, I will answer you. അന്ന് എന്റെ ഹസ്ബൻഡ് ഞങ്ങളുടെ കുഞ്ഞു മക്കളോട് പറഞ്ഞതാ, ബിഫോർ 911 333. Call upon me, I will answer you. ദൈവമക്കളെ, ഈ വാഗ്ദാനത്തിനൊക്കെ ഭയങ്കര ശക്തിയാ. പക്ഷെ കോൾ അപ്പോൺ ചെയ്യണമെങ്കിൽ, ദൈവം ആൻസർ ചെയ്യണമെങ്കിൽ കർത്താവിന് ഇഷ്ടമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ കാണരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ വീണ്ടും ഈ ഒരു വാക്യം പറഞ്ഞ് നിർത്തുക. സംഭവിപ്പാളെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രൻ മുമ്പിൽ നിൽക്കേണ്ടതിനും നിങ്ങൾ സദാകാലവും ഉണർന്നും പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കളങ്കമില്ലാത്തവരായി, കറയില്ലാത്തവരായി, നല്ലവളും വിശ്വസ്തയും എന്നുള്ള ദാസി എന്നുള്ള പേര് കിട്ടാൻ എന്നെ ഇടയാക്കണമേ. എന്റെ ജീവിതത്തിൽ ലോകത്തിന്റെ മാലിന്യം വരല്ലേ. ഹല്ലേലൂയ. വ്യർത്ഥ ബുദ്ധിക്ക് അനുസരിച്ച് നടപ്പാൻ എന്നെ ഇടയാക്കല്ലേ. നിൽക്കുന്നു എന്ന് തോന്നാനുള്ള ഉന്നതഭാവം എന്നിൽ വരല്ലേ. താഴ്മ തരണമേ, വിനയം തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എത്ര പേർക്ക് ഇന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കാൻ കഴിയും. ലാസ്റ്റത്തെ 1 മിനിറ്റ് എല്ലാവരും നിങ്ങളുടെ കണ്ണുകളെ അടച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? അപ്പാ, ഞങ്ങളെ തന്നെ ഏൽപ്പിക്കൂ അപ്പാ. ഹല്ലേലൂയ. എവിടെയെങ്കിലും എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പാ ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ അപ്പൊ എന്റെ ഇഷ്ടമല്ലാത്തത് എന്തെങ്കിലും, കറാച്ചുളുക്കം, വാട്ടം, മാലിന്യം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. അടിയനെ ഒരുക്കണമേ അപ്പാ. മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ നിൽപ്പാൻ
കർത്താവിന്റെ വരവെങ്കിൽ മണവാട്ടിക്ക് വേണ്ട ഗുണത്തോടെ നിൽക്കുവാൻ, പാത്രത്തിൽ എണ്ണയൊന്ന് കരുതുവാൻ കൃപ നൽകണമേ. പാത്രത്തിൽ എണ്ണ കരുതുവാൻ തടസ്സമായി ഞങ്ങളുടെ പാത്രങ്ങളിലെ അശുദ്ധിയെ നീക്കണമേ അപ്പ. ഏതെങ്കിലും മാലിന്യങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ ഉണ്ടെങ്കിൽ നീക്കണമേ അപ്പ. ഞങ്ങളെ തന്നെ സമർപ്പിക്കൂ അപ്പ. എടുത്തു കളയേണ്ടതിന് എടുത്തു കളയുവാൻ, സമാധാനം ആചരിക്കേണ്ടടുത്ത് സമാധാനം ആചരിക്കുവാൻ, ശരീരങ്ങളെ ഒരുമിച്ച് വിശുദ്ധിയിലും വേർപാടിലും കാക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. അതിനായി ഓരോരുത്തരെ ഏൽപ്പിക്കുന്നപ്പ. വചനം പറയുവാൻ കൃപ തന്നതിന് നന്ദി. അങ്ങ് പറഞ്ഞത് ഞാൻ പറഞ്ഞപ്പ ഏൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. Sorry that I took 10 more minutes extra. Sorry for that. But thank you so much for your patience. Thank you so much for your, help, and thank you so much for calling me and inviting me. Thank you so much for the choir and Angel and Aksa and Roshimol, everyone. Thank you so much. This is a good time that I spent time with you all. May God bless you all. Thank you.